എല്ലാവരെയും ഞാൻ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഗുഡ് മോർണിംഗ്. ഞാൻ പരിചയപ്പെടുത്തി ജില്ലി. ഞാൻ കൊച്ചിക്കാരനാണ്. നല്ല 916 മട്ടാഞ്ചേരിക്കാരനാണ്. എനിക്ക് ഇതിൽ കുഴപ്പമെന്നാന്ന് വെച്ചാൽ എനിക്ക് ഈ സാധനം തീരെ കംഫർട്ടബിൾ അല്ല. ഓഡിയോ ഇറതാക്കി ശീലമില്ലാത്തതിൻ്റെ ഒരു കുഴപ്പമായിരിക്കും കേട്ടോ. വർത്തമാനം പറയാനായിരിക്കും ഇഷ്ടം. ഇങ്ങനെ മേലെ നിന്ന് വർത്തമാനം പറയണതും എനിക്കിഷ്ടമല്ല. നിങ്ങളോടൊപ്പം നിന്ന് നിങ്ങളുടെ തലത്തിൽ നിന്ന് നിങ്ങളുടെ കാര്യങ്ങളുടെ അടുത്ത് നിന്ന് വർത്തമാനം പറയുന്നതാണ് ഇഷ്ടം. ഉയരത്തിൽ നിൽക്കാൻ ഇഷ്ടമല്ലാത്തതുകൊണ്ടല്ല, ഉയരത്തേക്കാൾ എനിക്ക് നിങ്ങളോടൊപ്പം വർത്തമാനം പറഞ്ഞുകൊണ്ട് കാണുമല്ലോ വീട്ടിലുള്ള ആളുകൾ. നമുക്ക് വലിയൊരു ഘോരമായ പ്രസംഗത്തിനൊന്നൊരു ചാൻസ് ഇല്ല. സത്യം പറഞ്ഞാൽ നമുക്ക് കുറച്ച് വർത്തമാനമൊക്കെ പറഞ്ഞങ്ങ് നിർത്താം. കരിയർ ഗൈഡൻസ് ആണ് ഈ പ്രോഗ്രാം എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കണമെന്നുണ്ടെങ്കിൽ അത് വെറും തെറ്റിദ്ധാരണയാണ്. കരിയർ ഗൈഡൻസ് തരാൻ കഴിയില്ല. കാരണം എല്ലാ കോഴ്സുകളെ കുറിച്ചും ഞാനങ്ങ് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്കറിയാവുന്നതും നിങ്ങൾക്കറിയാത്തതുമായ കാര്യങ്ങൾ സംസാരിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ മിക്കവാറും ഈ ഇരിക്കുന്ന സൗമ്യമായ മുഖമായിരിക്കും ഞാൻ പിന്നെ കാണാം. നിങ്ങളെല്ലാവരും അക്രമാസക്തരാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത്തരം നിങ്ങളെ അക്രമാസക്തരാക്കുന്ന ഒരു പരിപാടിക്ക് ഞാൻ നിൽക്കില്ല. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ പേര് ജലീൽ MS. ഒരു ഭാര്യയും 3 കുട്ടികളുമുണ്ട്. ഭാര്യ മാത്സ് ടീച്ചറാണ്. BSc MSc B.Ed ഒക്കെ കഴിഞ്ഞ് അവള് കുട്ടികളെ മാത്സ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. മൂത്ത മോള് ആയിഷ, അവളിപ്പോ 12th സ്റ്റാർട്ട് ചെയ്തു. രണ്ടാമത്തെ മോള് ഫാത്തിമ, അവള് 10th കഴിഞ്ഞ് 11th സ്റ്റാർട്ട് ചെയ്തു. ഒരു ചെറുക്കനുണ്ട്, അവൻ 6th ചേർന്നു. ഇതാണ് എൻ്റെ കുടുംബം. ഞാൻ മലബാറിലേക്ക് വന്നത് നിങ്ങളെ പോലെ പഠിക്കാൻ വേണ്ടി വന്നതാണ്. സത്യത്തിൽ ആദ്യം ഞാൻ പഠിക്കാൻ വന്നതല്ല. ജേർണലിസം ഒക്കെ കഴിഞ്ഞ് ഒരു പത്രപ്രവർത്തകനായിട്ട് സബ് എഡിറ്ററായിട്ട് ജോയിൻ ചെയ്യാൻ വന്നതാണ്. അങ്ങനെ വന്ന് ഇവിടെ നിന്ന് ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ എന്നെ പത്രാധിപരെ വിളിപ്പിച്ച് എൻ്റെ കയ്യിൽ നിന്ന് ഒരു നന്ദിക്കത്ത് എഴുതി വാങ്ങി. താങ്കളുടെ സേവനങ്ങൾക്ക് നന്ദി, ഈ വഴിക്ക് കണ്ടുവരുന്നുകൊണ്ടും അന്ന് പിരിഞ്ഞു പോകുമ്പോൾ എനിക്കൊരു ഉപദേശവും മൂപ്പര് തന്ന്, നല്ല മിടുക്കനാണ്, നല്ല ഭാഷയാണ്, നല്ല ക്രിയേറ്റിവിറ്റി ഉണ്ട്, പക്ഷേ നിന്റെ പേഴ്സണാലിറ്റിയും ഈ കരിയറും തമ്മിൽ തീരെ എന്ത് ചെയ്യുന്നില്ല, യോജിക്കുന്നില്ല. ഇനി ചെയ്ത് മേലാൽ പണിക്ക് എന്ത് ചെയ്യരുത്, പോകരുതെന്നും പറഞ്ഞു. എന്നിട്ട് ഈ എൻ്റെ പേഴ്സണാലിറ്റിയും ജേർണലിസം എന്ന് പറഞ്ഞ കരിയറും തമ്മിലുള്ള മിസ്മാച്ച് ഇങ്ങനെ വളരെ കൃത്യമായി സാങ്കേതികമായിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, എക്സ്പ്ലെയിൻ ചെയ്ത് തന്നപ്പോഴാണ് ഇതൊക്കെ വലിയ കാര്യമൊന്നും എനിക്ക് എന്ത് ചെയ്യുന്നത് മനസ്സിലാവും. അപ്പം മലബാർ വിട്ടുപോകാൻ താല്പര്യമില്ലാത്തത് കൊണ്ട്, മലബാറിനോട് ഭയങ്കര പ്രണയം തോന്നിയത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, വീണ്ടും ഫറൂഖ് കോളേജ് എന്ന് പറഞ്ഞൊരു കോളേജുണ്ട്, അവിടുന്ന് ഞാൻ MA ഹിസ്റ്ററി പഠിച്ചു. അത് കഴിഞ്ഞ് ഒരു കൊല്ലം അധ്യാപകനായിട്ട് വർക്ക് ചെയ്തു. എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു, പക്ഷെ കുട്ടികൾക്ക് തീരെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആ പരിപാടി നന്ദിക്കത്ത് കിട്ടുന്നതിന് മുമ്പ് ഞാൻ എന്ത് ചെയ്തു, രാജിക്കത്ത് കൊടുത്തു. ഞാൻ നല്ല മോൻ, അതുകൊണ്ട് നന്ദിക്കത്ത് പഠിച്ചോണ്ട് അതിന് കിട്ടിയില്ല. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് നാള് ഞാനൊരു എഡിറ്ററായിട്ട് വർക്ക് ചെയ്ത ഒരു പബ്ലിഷിംഗ് ഡിപ്പാർട്ട്മെന്റിൽ. അവിടുന്ന് എന്നെ ഒരാൾ പിടിച്ചുകൊണ്ട് പോയി എന്നോട് പറഞ്ഞു, നിനക്ക് ആളുകളോട് വർത്തമാനം പറയാൻ കഴിവുണ്ട്, അതുകൊണ്ട് നീ വന്ന ആളുകളോട് വർത്തമാനം പറയണം. സത്യം, ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രസംഗിച്ചിട്ടേ ഇല്ല. ഞാൻ പ്രസംഗിച്ചത് പ്രസംഗിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞാൽ അതിശയോക്തിയാണ്. ഈ നമ്മുടെ ഈ ഫൈനൽ ഇയറിലൊക്കെ ഇല്ലേ പറഞ്ഞു വിടുന്ന പരിപാടിയില്ലേ, സെറ്റ് ഓഫ് എന്നെയൊക്കെ പറഞ്ഞു വിട്ടതാണ്. ആ പറഞ്ഞു വിടുന്ന പരിപാടിയിൽ അവസാനം പിള്ളേർ, ഞാൻ ബേക്കിലിരുന്ന് നമ്മളുടെ ടീമിൻ്റെ ഒപ്പം വർത്താനമൊക്കെ പറഞ്ഞിരിക്കുന്ന ടൈമിന് ഈ മുമ്പിലിരുന്ന ബുദ്ധിജീവികൾ എനിക്കൊക്കെ ഒരു പണി തന്നു. അമ്മമാരൊരു കുറിപ്പ് ടീച്ചർക്ക് കൊടുത്തു വിട്ടിട്ട് പറഞ്ഞു, ഇക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റ്, അപ്പൊ ഡിഗ്രി ഇക്കണോമിക്സ് ആയിരുന്നു കേട്ടോ. ഡിഗ്രി ഇക്കണോമിക്സിലെ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ജലീലിനെ കൊണ്ട് പ്രസംഗിപ്പിക്കണം. ഏതിനും, ഫെയർവെൽ പ്രോഗ്രാമിനും സെന്റ് ഓഫിനും
അന്ന് ഞാൻ പ്രസംഗിച്ചത് എന്താണെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല. ആ ദിവസം പോലും എനിക്ക് ഓർമ്മയില്ല. ബോധം കെട്ട് വീണതാണ്. പിന്നെ എണീറ്റത് ഹോസ്പിറ്റലാണ്. അങ്ങനത്തെ ആളാ ഞാൻ. അങ്ങനത്തെ ഞാൻ 4500-ലധികം സെഷൻസ് ചെയ്തു കഴിഞ്ഞു. നിങ്ങളൊക്കെ അയ്യോ അടിക്കല്ല, കൈയടിക്കാൻ പറഞ്ഞല്ല. നിങ്ങളൊക്കെ ജനിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെയൊക്കെ അച്ഛനും അമ്മയും ഉപ്പയും ഉമ്മയും കല്യാണം കഴിക്കണോ എന്ന് ആലോചിക്കുന്നതിന് മുമ്പ് അവരുടെ റൊമാൻസ് അടിച്ചെടുക്കണം ടൈമിന് നമ്മൾ ഈ കളത്തിലിറങ്ങിയത് 1999 തുടങ്ങിയതാണ് ഈ പരിപാടി. അപ്പൊ നമുക്ക് ആ വർത്താനവും പഴയ കഥകളും ഒന്നും പറയണ്ട, ഹിസ്റ്ററി ഒന്നും പറയണം. നമ്മുടെ വിഷയത്തിലേക്ക് വരാം. എനിക്കിപ്പോഴും ഓർമ്മ ഉള്ളത് 10ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ടൈമിന് നമ്മളോട് ചോദ്യങ്ങളൊക്കെ വരില്ലേ, പ്ലസ് 2 ഒക്കെ തീരാനാവുമ്പോ നമ്മൾ ഏറ്റവും കൂടുതൽ അഭിമുഖീകരിച്ച ചോദ്യം ഏതായിരിക്കും? നീയും പേര് ഒന്നിച്ച് എഞ്ചതാ അമ്മയ്ക്ക് കൂടി മാറത്ത് ചേർത്ത് പിടിച്ച്. നിന്റെ പേരെന്താ പറഞ്ഞേ? ആര്? നീ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്ത ചോദ്യം ഏതാ? നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്ത ചോദ്യം ഏതായിരിക്കും? ബ്ലാക്ക് ഡ്രസ്സാണ് ഞാൻ ഉദ്ദേശിച്ചത്. തെറ്റിദ്ധരിക്കരുത്. അടുത്തത് എന്താ അല്ലേ അല്ലേ? പിന്നെ അത് കഴിഞ്ഞിട്ട് ഇനിയും എന്താ? നമ്മളൊക്കെ പറഞ്ഞൊരു വർത്താനം ഉണ്ടാവും. 10ാം ക്ലാസ്സിനോട് കഴിയാനാവുമ്പോ പറയും, മോളെ ഇതാണ് നിന്റെ ടേണിംഗ് പോയിന്റ്. അപ്പൊ നമ്മൾ ഈ ടേണിംഗ് പോയിന്റ് അവിടെ ശരിയാക്കാൻ വേണ്ടി എന്ത് ചെയ്ത് ആഞ്ഞ് പിടിച്ച് അവസാനം എന്ത് ചെയ്ത് മെനക്കെട്ട്. നമ്മുടെ സ്വഭാവം അതാണല്ല അല്ലേ? ഒരു പയ്യനെ എടുത്തുകൊണ്ട് പറഞ്ഞേ പഠിച്ചിട്ട് ഇങ്ങോട്ട് കേറണില്ല. ഞാൻ ഭയങ്കര പ്രശ്നമാണ്. കേറിയത് ഇങ്ങോട്ട് വരണില്ല. ഞാൻ പറഞ്ഞത് അതിനേക്കാൾ വലിയ പ്രശ്നമാണ്. പരീക്ഷ കൊണ്ട് ചെന്നിരിക്കുമ്പോഴല്ല ഭയങ്കര ഇരുട്ടാണ്. ഞാൻ കരണ്ടോ ഇതായിരിക്കുന്നു. അതല്ല, ഫുള്ള് ബ്ലാങ്കാന്ന് പറഞ്ഞു. ബ്ലാങ്കാണ്. ഞാൻ പറഞ്ഞത് ഭയങ്കര പ്രശ്നം. എന്തപ്പോ നീ പറഞ്ഞെന്തിനാ? എന്നോട് 1 മാസം എക്സാമിനുള്ളൂ. ഞാൻ പറഞ്ഞു 1 മാസം ഉണ്ടല്ല പൊളിച്ച്. 1 മാസമുള്ളൂ എക്സാമിന്. ഫുള്ള് പഠിച്ചിട്ട് നല്ല മാർക്കുമാണ്. നമുക്ക് സമാധാനം. നിങ്ങൾക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടല്ലോ. നിങ്ങളുടെ കയ്യിൽ കുറേ ടിപ്സ് ഒക്കെ ഉണ്ടാവില്ലേ? കുറേ മാർക്ക് വാങ്ങാൻ പറ്റിയ പരിപാടി. ഞാൻ പറഞ്ഞ കൊട്ടക്കണക്കിനുണ്ട്. അങ്ങനെ പെട്ടിയിലാക്കി അടച്ചു വെച്ചിരിക്കുകയാണ്. നമുക്ക് കുറച്ച് ടിപ്സ് ഒക്കെ തരുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ് തരാമല്ലോ. പക്ഷെ നീ ഒരു കാര്യം ചെയ്യണം. നാളെ ടെക്സ്റ്റ് ബുക്കും ഒരു നോട്ട് ബുക്കും കൊണ്ടുവരണം. അപ്പൊ അവന്റെ മുഖന്നിട്ട് ഞാൻ പറഞ്ഞു നമുക്ക് ഇത് സംസാരിച്ചിട്ട് ഒരു പ്ലാൻ ഉണ്ടാക്കാം. അപ്പൊ അവൻ പറഞ്ഞു അപ്പൊ നല്ല മാർക്കൊക്കെ വാങ്ങാൻ പറ്റുമോ? നല്ല മാർക്കൊക്കെ വാങ്ങാം, കൊട്ടക്കണക്കിന് വാങ്ങാം. അവൻ ഭയങ്കര ആവേശത്തിൽ 1000 പൂർണ്ണചന്ദ്രന്മാർ ഉദിച്ചുയർന്ന നിലാവ് അമോദമ്മല്. ഞാൻ അവനോട് പിറ്റേ ദിവസം വരാൻ പറഞ്ഞു. പിറ്റേ ദിവസം ആവേശത്തിൽ വന്ന പുസ്തകങ്ങളൊക്കെ മേശപ്പുറത്ത് ഒരു വെപ്പം വെച്ച് ഫസ്റ്റ് ബുക്ക് കുറ്റം പറയുന്നതല്ല 5ാം ക്ലാസ്സിൽ അനിയന്റെ ബുക്കാണ്. മാറിപ്പോയതാ പാവം. ബേജാറിൽ എടുത്തോണ്ട് പോകുന്നപ്പോ അനിയന്റെ ബുക്കും കൊണ്ടാണ് പോകുന്നത്. പിന്നെ എന്നോട് പറഞ്ഞ് അപ്പൊ ഞാനത് മാറ്റി വെച്ചിട്ട് പറഞ്ഞു ശരിക്കും നിന്റെ ബുക്ക് ഉണ്ടോ കയ്യിലെന്ന് ചോദിച്ചു. ആന്ന് പറഞ്ഞു. എന്നാൽ കെമിസ്ട്രി എടുക്കാൻ പറഞ്ഞു. അവൻ കെമിസ്ട്രി എടുത്തു. ഞാൻ പറഞ്ഞു കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ട്, അത് എടുക്കാൻ പറഞ്ഞു. അവൻ എന്നോട് അങ്ങനെയൊക്കെ പഠിക്കാണ്ടാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു 4ാമത്തെ ചാപ്റ്റർ. ഇവിടെ ഈ പുസ്തകം കൊണ്ട് മറിച്ച് ഒരു ഇളം മണ്ണമാരുതൻ എന്റെ മുഖത്തേക്ക് അടിച്ച് വാങ്ങിയപ്പോൾ അതേ മണം. ഞാൻ ആ പേജൊക്കെ തുറന്നു വെച്ചപ്പോൾ അതുപോലൊന്ന് കൈവച്ചറിയാതെ ഒരു വിദ്യുത് പ്രവാഹം. വാങ്ങിയപ്പോൾ അതേ ചൂട്. ഒരു പേജ് പോലും എന്ത് ചെയ്തിട്ടില്ല, മടങ്ങിയിട്ടില്ല. ഇമാതിരി കാലം വാങ്ങിയിട്ട് പുസ്തകം കണ്ടിട്ടില്ല. എന്നിട്ടാണ് പറഞ്ഞെന്താണ്? കേറണില്ല, വരണില്ല, നിർഗളിക്കുന്നില്ല, പ്രവഹിക്കുന്നില്ല. ഇമാതിരി ടീമല്ലേ നമ്മൾ? അങ്ങനെ തന്നെയൊക്കെ ഏകദേശം. ഒറ്റ പറഞ്ഞത് എനിക്ക് തലേന്ന് പഠിച്ചാലേ ശരിയാവുള്ളൂ. ഞാൻ ചെന്നെന്താ അതിന് മുമ്പ് പഠിച്ചതൊക്കെ അവിടെ കിടക്കല്ലേ. അപ്പൊ അതൊക്കെ എടുത്ത് പുറത്ത് കളഞ്ഞിട്ട് വേറെ നടക്കണം. എന്നാലേ എന്ത് ചെയ്യുള്ളൂ, കൺഫ്യൂഷൻ ഇല്ലാണ്ട് പഠിക്കാൻ. എന്താ ടീം നോക്ക്. അങ്ങനത്തെ ടീമുകളാണ് നമ്മൾ. മൊത്തത്തില് ചോദ്യങ്ങൾ വരുന്ന ആദ്യത്തെ ചോദ്യം തന്നെ എന്താണ് അല്ലേ? ടേണിംഗ് പോയിന്റിനെ കുറിച്ചായിരിക്കും നാട്ടിൽ മൊത്തം സംസാരം. 10ാം ക്ലാസ് കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മുടെ ടേണിംഗ് പോയിന്റ് ഒക്കെ കഴിഞ്ഞത്. പിന്നെ കിടക്കണ 12th കഴിയുമ്പോൾ അടുത്ത ടേണിംഗ് പോയിന്റ് കിടങ്ങേറായില്ലേ? പ്ലസ് 2 തീരാനാവുമ്പോ തുടങ്ങും. തുടക്കത്തിലേ തുടങ്ങുക. വേറെ കാര്യം, കല്യാണപ്പനെ പോകാൻ പറ്റുമോ?
മരിച്ചെടുത്തും പോകാൻ പറ്റുമോ, എന്തെങ്കിലും അടിയന്തിരത്തിന് പോകാൻ പറ്റുമോ? അവിടെയൊക്കെ ചെന്ന ആദ്യം ചോദിക്കുന്ന ചോദ്യം ഏതാ? ഇനി എന്താ അടുത്തത്? ഈ ടേണിംഗ് പോയിന്റിനെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ് അല്ലേ? നമുക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത ഓർമ്മപ്പെടുത്തലാണ് ഏത്? ടേണിംഗ് പോയിന്റ്. അപ്പൊ നമ്മൾ വിചാരിക്കും പ്ലസ് ടു ഒക്കെ കഴിയുമ്പോൾ ടേണിംഗ് പോയിന്റ് തീർന്നു, സമാധാനമായി. പറഞ്ഞ ഡിഗ്രി ഫസ്റ്റ് ഇയറിൽ അടുത്ത ടേണിംഗ് പോയിന്റ് കൊണ്ടൊരു കളിയാണ് അല്ലേ? സത്യത്തിൽ ഏതാണ് ശരിക്കും ടേണിംഗ് പോയിന്റ്? ഏതാ ശരിക്കും ടേണിംഗ് പോയിന്റ്? ഏതാ? ചങ്ങായിനെ കൊണ്ട് ഇറങ്ങാറായി രാവിലെ വന്നിട്ട് യാതൊരു ചോദ്യം അല്ലേ? ഏതാ ടേണിംഗ് പോയിന്റ്? എന്റെ ടേണിംഗ് പോയിന്റ് പറയട്ടെ, എനിക്കിപ്പോഴും ഇവിടുന്ന് കിട്ടിയിട്ടില്ല. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, 10ാം ക്ലാസ് കഴിഞ്ഞ് എന്റെ ഫാദർ എന്നോട് പറഞ്ഞു, നീ ഇവിടെ നിന്നാൽ ശരിയാവില്ല, മട്ടാഞ്ചേരിയിൽ നിന്നാൽ ശരിയാവില്ല. ഞാൻ ചോദിച്ചു അതെന്താ? ചീത്തയായി പോകും. ഞാൻ ചാരും നാട്ടുകാർ ചീത്തയാവുന്നു. തൃശ്ശൂർ ഒരു കോളേജിന്റെ വരാന്തയിൽ കൊണ്ട് നിർത്തിയിട്ട് എന്നോട് പറഞ്ഞു പെട്ടെന്ന് അമ്മ പറഞ്ഞു. എന്നിട്ട് പ്രിൻസിപ്പലിനോട് പറഞ്ഞു, നല്ല മോനാണ്, നല്ല തങ്കപ്പെട്ട സ്വഭാവമാണ്, ഇവനൊന്ന് ശ്രദ്ധിച്ചേക്കണമെന്ന് പറഞ്ഞു. പ്രിൻസിപ്പലിന് എന്നെ ഭയങ്കര ഇഷ്ടോടി. ഇടക്കിടക്ക് ഒരേ കത്ത് നിന്നിട്ട് വീട്ടിൽ പോകാൻ പറയും. കഷ്ടപ്പെട്ടതല്ലേ, വിശ്രമിക്കാൻ പറയും. എട്ടങ്ങേറാറുണ്ട്. നല്ല ഫുഡൊക്കെ കഴിച്ച് 2 ദിവസം കഴിഞ്ഞിട്ട് എന്ത് ചെയ്താൽ മതി? വന്നാൽ മതി, വരുമ്പോൾ വാപ്പനെയും കൂട്ടി പോകാൻ പറഞ്ഞു. ഫസ്റ്റ് ഇയറിൽ 14 കത്താണ് കിട്ടിയത്. നല്ല സ്വഭാവമില്ല. കോണ്ടാക്ട് സർട്ടിഫിക്കറ്റിൽ എഴുതി തന്നിട്ടുണ്ടായിരുന്നു നല്ല സ്വഭാവം. എന്തു ആയിക്കോട്ടെ, ഞാൻ പറയണത്, ഞാൻ അന്ന് ഫസ്റ്റ് ജോയിൻ ചെയ്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ നാട് വിട്ടു. മതിലിയാടി രാത്രി വെള്ളിയാഴ്ച ഹോസ്റ്റലിൽ നിന്ന് ചാടിയിട്ട് വന്ന് പെട്ടത് തൃശ്ശൂരാണ് കേട്ടോ. എനിക്ക് എവിടെ എത്തണമെന്നറിയോ? കൊച്ചിയിലെത്തണം. ഞാൻ വന്ന് കയറിയ ബസ് കൊടുങ്ങല്ലൂർക്കുള്ള ലാസ്റ്റ് ബസ്സാണ്. അവിടെ ചെന്നപ്പോൾ ഞാനും 4 നായ്ക്കളും ബസ് സ്റ്റാൻഡിൽ അവിടെ കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ ബസ് കയറി ചെന്ന് കൊച്ചിയിൽ ഇറങ്ങിയത് എൻ്റെ കൂടെ പഠിച്ച എൻ്റെ ആത്മസുഹൃത്തുക്കളിൽ ഒരാളാണ് ഷൈജു ദാമോദർ എന്നൊരു ചങ്ങായിയുണ്ട്. കിടന്നാ ഫുട്ബോൾ കമന്റേറ്റർ. അവന്റെ മോങ്കയുടെ മുമ്പിലാണ് പോയി ഇറങ്ങിയത്. എന്നോട് വെച്ച് എവിടെ ഇരുന്നു? ഞാൻ പറഞ്ഞു പഠിക്കാൻ പോകുന്നു. എവിടാ? ഞാൻ പറഞ്ഞു ഡിഗ്രി ഇങ്ങനെ തൃശ്ശൂർ ഇന്ന കോളേജ്. അവിടെ അതിന് അവിടെ പോയി ഇവിടെ കോളേജൊന്നുമില്ല, അതെന്റെ വാപ്പ കൊണ്ടാക്കിയെന്നോ. അവിടെ നീ എന്താ പഠിക്കുന്നത്? നമുക്ക് 3rd ഗ്രൂപ്പ്. എന്നോട് 3rd ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഹ്യൂമാനിറ്റീസ് ഒക്കെ അല്ലേ? അതിനെന്തൊക്കെ പഠിക്കണം? നമ്മൾ പൊളിറ്റിക്സ്, ഹിസ്റ്ററി, ഇക്കണോമിക്സ്. എന്നിട്ട് ഞാൻ അതൊക്കെ കഴിഞ്ഞിട്ട് മെഡിസിന് പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. കേൾക്കണോടും വലിയ വിവരമൊന്നും ഉണ്ടായിരുന്നില്ല. അവൻ പറഞ്ഞു ഭയങ്കരം അല്ലേ? നമ്മളുടെയൊക്കെ ജനറേഷന്റെ അവസ്ഥ അതായിരുന്നു. വിവരം ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, വിവരം ഉണ്ടായിരുന്നില്ല എന്നുള്ള വിവരം ഉണ്ടായിരുന്നില്ല. ഇപ്പോഴത്തെ പിള്ളേരോ എമ്മാതിയുടെ വയറ് നിറച്ച വിദ്യ. യൂണിഫോമാണ് അത്. മോളുടെ പേരെന്താണ്? ആതിര. ആർദ്രമാണ് അല്ലേ? അപ്പൊ അതാ അനഘ. നിങ്ങൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? മാത്സ്. രണ്ടുപേരും മാത്സാ? ഈ മാത്സ് കേൾക്കുമ്പോൾ കരിപ്പോ സത്യം പറയാല്ല. എനിക്ക് ഇഷ്ടമല്ല ഈ സാധനം. ഒന്നും വിചാരിക്കരുത് കേട്ടോ. എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തതുകൊണ്ട് മാത്സിനോട് കലിപ്പ് തീർക്കാൻ വേണ്ടിയാണ് ഞാൻ മാത്സുകാരനെ കല്യാണം കഴിച്ചത്. അപ്പൊ അങ്ങനെ തന്നെയാണോ? നാട്ടിലൊക്കെ ആ തീറ്റാന്ന് പറഞ്ഞൊരു സാധനം ഇപ്പോ എന്താണ്? സൈത്തീറ്റ, കോസ്റ്റീറ്റ, ടാൻതീറ്റ. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാ ഞാൻ എന്ത് ചെയ്തത്? ഹ്യൂമാനിറ്റീസിലേക്ക് പോയത്. അതെന്റെ ടേണിംഗ് പോയിന്റ് ആയിരുന്നു എന്ന് ഞാൻ എന്ത് ചെയ്തു? കരുതി. നിങ്ങളോ? നിങ്ങളുടെ ഭാവം, നിങ്ങളുടെ ആഗ്രഹം, നിങ്ങളുടെ താല്പര്യം, നിങ്ങളുടെ ഇൻട്രസ്റ്റ്, നിങ്ങളുടെ ഫിലോസഫി എന്താണ് ഇവിടെ വന്നിരിക്കുന്നത്? എന്തിനാ ഡിഗ്രി സെലക്ട് ചെയ്തത്? ആ ചോദ്യം ഞങ്ങളോട് ഒരുപാട് പ്രാവശ്യം ചോദിച്ചു സർ. ഉത്തരം കിട്ടാത്തൊരു സമസ്യയായി എന്നൊക്കെ പറയാൻ പോവാ. എന്താ മുലാളി, നീ ഏതാ? നമ്മളെ ടീമാ. ഇപ്പോഴും ഡിമാൻഡ് സപ്ലൈ തമ്മിലുള്ള ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് എന്താന്ന് എനിക്കറിയില്ല. അനിയനോട് അടിച്ചിരിക്കാൻ വേണ്ടി ഞാൻ എടുത്തതാ ഇക്കണോമിക്സ്. നീ അങ്ങനല്ലല്ല. ഇക്കണോമിക്സിനുള്ള പ്രണയം, ഇഷ്, മൊഹബത്ത് ആണോ? എന്താ ശരിക്കും സംഭവം? കല്യാണക്കാരൊക്കെ ഒന്നാതിരി പറയുമ്പോലാണ്.
UPSCക്ക് ഡിഗ്രി വേണം. അപ്പൊ അതിനെന്തിനാ എക്കണോമിക്സ് വേറെ എന്തെങ്കിലും എടുത്താൽ പോരെ? ഭയങ്കര ഇടങ്ങേറാണ് ഈ സാധനം. ലിക്വിഡിറ്റി പ്രിഫറൻസ് എന്ന് പറഞ്ഞാലുണ്ടല്ലോ തിരിയൂല, മനുഷ്യരടങ്ങേറായി പോകും. മാക്രോ മൈക്രോ അല്ലേ, അതൊക്കെ ഉണ്ട്, ബുദ്ധിമുട്ടാവോ? ഭയങ്കര ഇഷ്ടം. എന്നിട്ട് നീ ഇക്കണോമിക്സ് പഠിച്ചിട്ട് UPSC അതിന്റെ കൂടെ ചെയ്യും. അതാണ് നിന്റെ ലൈഫ്. ഡിഗ്രി പഠിക്കുമ്പോൾ തന്നെ PSC ഒക്കെ എഴുതണം. എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, നീ രക്ഷപ്പെടും ഉറപ്പാണ്. ഇങ്ങനെ പ്ലാനുള്ള ആരെങ്കിലും മോളുടെ പേരെന്താ പറഞ്ഞത്? ഫാത്തിമ ഫർഹാൻ. ഫാത്തിമ ഫർഹാനെ പോലെ ഇത്ര സ്പെസിഫിക് ആയിട്ട് ഇന്ന ഫീൽഡിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്ന, ചിന്തിക്കുന്ന, പ്ലാൻ ചെയ്ത എത്ര പേരുണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ? നല്ല കാര്യത്തിനായതുകൊണ്ട് വലത്തെ കയ്യാ നല്ലത്. ഇഞ്ചി അടിച്ച മങ്ങി പോലെ എന്ത് പറ്റി? എന്ത് സംഭവം സന്തോഷമില്ലാത്ത സന്തോഷമുണ്ടാ? പെട്ടുപോയതാണോ? ആണോ? അല്ല, പിന്നെന്താ കൈവക്കാർക്ക്? അതിലേക്ക് മാറും. ഞാൻ കൈ വെക്കാൻ പറഞ്ഞപ്പോ 10, 25, 30, 40 മാക്സിമം. ബാക്കിയുള്ളവർക്ക് എന്ത് പറ്റി? എന്താ സംഭവം? വെറുതെ വന്നതാ, തീരുമാനമൊന്നും ആയിട്ടില്ല. പ്രശ്നം എന്താ? നമ്മൾ പറയും, നമ്മൾ 2-3 കാര്യങ്ങൾ, 2-3 തലങ്ങളിലാണ് കരിയർ എന്ത് ചെയ്യുന്നത്, പ്ലാൻ ചെയ്യുന്നത്. ഞാൻ എന്റെ ജോലി കരിയർ ഗൈഡൻസ് ആണ്. ഇതല്ലാത്ത ഒരു പണിയും ഞാൻ എന്ത് ചെയ്യാറില്ല ജീവിതത്തിൽ. മോട്ടിവേഷൻ പോലും എന്ത് ചെയ്യാറില്ല, ഞാൻ ചെയ്യാറില്ല. പാരന്റിങ് ചെയ്യാറില്ല. വേറെ ഒരു ടോപ്പിക്കും ഞാൻ എന്ത് ചെയ്യില്ല, കൈകാര്യം ചെയ്യില്ല. ഇതെല്ലാം മോർണിംഗ് ടു ഈവനിങ്, മൺഡേ ടു സാറ്റർഡേ, മൺഡേ ടു സൺഡേ, 24/7 ഇതന്നെ എന്റെ ജോലി. നിങ്ങളെപ്പോലുള്ള ഒരുപാട് കുട്ടികൾ എൻ്റെ അടുത്ത് വരും. എനിക്ക് അത്ഭുതം തോന്നി. ഇത്രയും 100-500 പേരുണ്ടാവുള്ളൂ, ഏകദേശം അത്ര ഉണ്ടാവൂലേ? ഉണ്ടാവൂലേ? ഉണ്ടാവും. 500-ന് മേലെ ഉണ്ടാവും അല്ലേ? ഈ കൂട്ടത്തിൽ ആകെ കൈ ഉയർത്തിയത് ഒരു മാക്സിമം 50 കാൻഡിഡേറ്റ്സ് എന്നുവെച്ചാൽ 10% എന്ന് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പറയാം. ഈ 10%-ന് മാത്രമേ കരിയർ ഓറിയന്റേഷൻ, കരിയർ പ്ലാൻ ഉള്ളൂ. തീരുമാനം അത്രേ ഉള്ളൂ. മെഡിക്കൽ എൻട്രൻസ് എക്സാം എഴുതി ഭയങ്കര റാങ്ക്, അവസാനത്തിൽ ആദ്യം കിട്ടൂല ഉറപ്പായി. അതുകൊണ്ട് വന്നതാണ്. മമ്പാട് MBS കോളേജിൽ നല്ല പൊളിയാണ്, അതുകൊണ്ട് വന്നതാണ്. അതല്ല, എല്ലാം കൊടുത്ത് കിട്ടിയത് ഇക്കണോമിക്സ് ആണ്. എന്നാ പിന്നെ അതിന് പോവാം. അങ്ങനെയാണ്. അതാണ് നിങ്ങളുടെ അവസ്ഥയെങ്കിൽ പോലും ഡിഗ്രിയെ കുറിച്ച് ഞാൻ പറയുന്നത് ഒരുപാട് ഡൈവേഴ്സിറ്റി ഉള്ള ഒരു മേഖലയാണ്. നഴ്സിംഗ് പഠിച്ചാൽ നിങ്ങൾ നേഴ്സാവും. MLT പഠിച്ചാൽ നിങ്ങൾ ലാബ് ടെക്നീഷ്യൻ ആവും. റേഡിയോളജി പഠിച്ചാൽ റേഡിയോ തെറാപ്പി, റേഡിയോ ഡയഗ്നോസിസുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ വരുന്ന എക്സ്റേയും സ്കാനിങ്ങും CT സ്കാനൊക്കെ ചെയ്യുന്ന സ്റ്റാഫ് ആവും. അതിനപ്പുറത്തേക്കുള്ള ഡൈവേഴ്സിറ്റി വളരെ കുറവാണ്. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ വന്നത് ലോകത്തുള്ള മുഴുവൻ കരിയറും പറയാനല്ല. അങ്ങനെ പറയാൻ ഞാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നോക്ക്, ഇന്ത്യയിൽ മാത്രം നാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഓക്യുപ്പേഷൻ അനുസരിച്ച് 13,000 കോഴ്സസ് ആണ്. 13,000. ഫിസിക്സ് കാര്യമുണ്ട് ഈ കൂട്ടത്തിൽ. ഫിസിക്സ് പോയാ ഫിസിക്സ് കാര്യത്തിലുള്ളൂ. BSc ഫിസിക്സ് എന്ന് പറഞ്ഞൊരു ഡിഗ്രി കഴിഞ്ഞാൽ കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ മാത്രം, അവർക്ക് എഴുതാൻ പറ്റുന്ന കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ മാത്രം ഏകദേശം 60 എണ്ണത്തിനടുത്താണ്. 60 ഡിഫറെന്റ് ടൈപ്പ് കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ എഴുതാം. കെമിസ്ട്രി കാരണ ഈ കൂട്ടത്തിൽ കെമിസ്ട്രി ഇവിടെ കെമിസ്ട്രിക്കാർക്ക് പെട്ടെന്ന് ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഷോർട്ട് ടൈം കോഴ്സസ് മാത്രം 120 വൈവിധ്യമാർന്ന ഷോർട്ട് ടൈം കോഴ്സസ്.
ഫുഡ് ടെക്നോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? ഫുഡ് ടെക്നോളജി ഫുഡ് പ്രോസസ്സിംഗ്, ക്വാളിറ്റി, പാക്കേജിംഗ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഏരിയയിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന നോർമൽ പ്രൊഫഷണൽ വൊക്കേഷണൽ പ്രോഗ്രാം അല്ലേ? അവിടെ ഞാൻ ഈ പറയാൻ പോകുന്ന ഇൻഫർമേഷനും നിങ്ങൾക്ക് തരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളും ഇത്തരം ഒരു കോഴ്സിൽ, ഇത്തരം ഒരു പ്രോഗ്രാമിൽ വന്നിരിക്കേണ്ട ആവശ്യമുണ്ടോ? ഇപ്പോഴത്തെ കാലത്ത് വേണോ? നമ്മുടെ ഫിംഗർ ടിപ്പിൽ കിട്ടും ഇൻഫർമേഷൻ അല്ലേ? ആണോ? കിട്ടും. പിന്നെ ഞാൻ ഇത്തരം പ്രോഗ്രാം അത് തന്നെയാണ് ഞങ്ങൾ ചോദിക്കുന്നത്, എന്തിനാ വന്നത്? ഇൻഫർമേഷൻ കസ്റ്റമൈസ്ഡ് ആവണം. ഇൻഫർമേഷൻ റിലേറ്റീവ് ആണ്, നമ്മളെ ഡിപ്പെൻഡ് ചെയ്യും. ഞാൻ പറയുന്ന എല്ലാ ഇൻഫർമേഷനും അതുപോലെ അസച്ചെടുത്ത് കരിയറിന് പോയാൽ ജീവിതം കോഞ്ഞാട്ടയാണ്. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ന്യൂക്ലിയർ സയന്റിസ്റ്റ് ആവണം. ഗൂഗിളിനോട് നമ്മൾ ചോദിക്കുക, ഗൂഗിൾ അമ്മമായി പറയുന്നതെന്നറിയോ? നിങ്ങൾ സാധാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബേസിക് സയൻസിൽ പോയിട്ട് എന്തിനോടെ ന്യൂക്ലിയർ സയൻസ് പഠിച്ചോളി. ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ചിൽ അറ്റമിക് സയൻസിൽ MSc PhD ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാമുണ്ട്, അത് പഠിച്ചോളൂ. നിങ്ങൾ നാഷണൽ ഫിസിക്കൽ റിസർച്ച് ലാബോറട്ടറിയിൽ പോയിട്ട് PhD ചെയ്തു ന്യൂക്ലിയർ ഫിസിക്സിൽ, നിങ്ങൾ ന്യൂക്ലിയർ സയന്റിസ്റ്റ് ആവോ? ഇല്ല. ന്യൂക്ലിയർ സയൻസ് പഠിക്കും, പക്ഷെ നിങ്ങൾ ന്യൂക്ലിയർ സയന്റിസ്റ്റ് ആവില്ല. ന്യൂക്ലിയർ സയന്റിസ്റ്റ് ആവണമെങ്കിൽ, ജോലി കിട്ടണമെങ്കിൽ OCES എന്നൊരു എക്സാം ഉണ്ട്, ഓറിയന്റേറ്റഡ് കോഴ്സ് ഫോർ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സ് ആൻഡ് സയൻസ് പോസ്റ്റ് ഗ്രാജുവേറ്റ്സ്. ആ ടെസ്റ്റ് എഴുതി പാസ്സായി കഴിഞ്ഞാൽ, ഒരു കൊല്ലം നിങ്ങളെ പഠിപ്പിക്കും, ട്രെയിനിങ് തരും. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആറ്റമിക് എനർജി ആ ഒരു കൊല്ലം നിങ്ങൾക്ക് 56,000 rupees വെച്ച് സ്റ്റൈപ്പൻഡ് ഇങ്ങോട്ട് തരും. 56,000 രൂപ വെച്ച് മാസം ഇങ്ങോട്ട് തരും. 12 മാസം കഴിഞ്ഞാൽ C ഗ്രേഡ് സയന്റിഫിക് ഓഫീസറായിട്ട് നിങ്ങൾക്ക് ജോബ് കിട്ടും. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആറ്റമിക് എനർജിയുടെ കീഴിലുള്ള 18 ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ. ഈ വിവരം നിങ്ങൾക്ക് ഗൂഗിൾ അമ്മായി പറഞ്ഞു തരൂല. ഇനി അതിന്റെ രസം എന്താണെന്നറിയോ? ഈ ഓറിയന്റേഷൻ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ, അതിന് അഡ്മിഷൻ കിട്ടാനുള്ള എലിജിബിലിറ്റി, ഒന്ന് ബിടെക്, ഏതെങ്കിലും ബിടെക് പോരാ, 8 ബിടെക്കുകൾ വളരെ സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട്. രണ്ടാമത്തത് ഫിസിക്സിൽ MSc, മൂന്നാമത്തത് കെമിസ്ട്രിയിൽ MSc, നാലാമത്തത് ജിയോളജിയിൽ അല്ലെങ്കിൽ അപ്ലൈഡ് ജിയോളജിയിൽ, അപ്ലൈഡ് ജിയോഫിസിക്സിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ. അതിനേക്കാൾ രസകരം ബോട്ടണിക്കാർ പറയുന്നത്, ബോട്ടണി ഇല്ലേ? അങ്ങനെ സാധനം ഇല്ല. സോളജി ഇല്ലേ? സോളജി ഉണ്ടാവും. MSc സോളജി. ഫുഡ് ടെക്നോളജിക്കാരില്ലേ? MSc ഫുഡ് ടെക്നോളജി, MSc പ്ലാന്റ് സയൻസ്, MSc ബയോടെക്നോളജി, MSc മൈക്രോബയോളജി, ബയോകെമിസ്ട്രി. അങ്ങനെ രസകരമായ ബയോളജി ആൻഡ് ലൈഫ് സയൻസ് ഓറിയന്റഡ് ആയ മാസ്റ്റേഴ്സ് കഴിഞ്ഞ ആളുകൾക്കും ഈ ടെസ്റ്റ് എഴുതി ന്യൂക്ലിയർ സയന്റിസ്റ്റ് ആവാം. ഇത് എവിടെയെങ്കിലും പറഞ്ഞാൽ അങ്ങനെ ഒരു പറഞ്ഞാൽ എവിടെയെങ്കിലും കിടക്കാം. ഞാൻ പറയുന്ന അങ്ങനത്തെ രസകരമായ ഒരുപാട് കോമ്പറ്റീറ്റീവ് എക്സാംസ് ഉണ്ട്. അത് മാത്രം പ്ലാൻ ചെയ്താൽ മതി. നല്ല കാര്യം, കോമ്പറ്റീറ്റീവ് എക്സാംസിന്റെ വൈവിധ്യങ്ങൾ തേടിപ്പോയാൽ ഭയങ്കര രസമാണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഹിസ്റ്ററിക്കാർക്കും ഇക്കണോമിക്സുകാർക്കും ലാംഗ്വേജുകാർക്കും ബികോം ഉണ്ട്. ഇവിടെ എനിക്ക് ബികോംകാരെ എനിക്ക് ബികോംകാരെ കാണാൻ തന്നെ ചിരി വരും. എന്താണെന്നറിയോ? എനിക്ക് ബികോം എന്ന് കേൾക്കുമ്പോൾ ആദ്യം എന്റെ മനസ്സിൽ വരുന്നത് എന്റെ പെങ്ങളുടെ മോനാണ്. ഒരു സംഭവമാണ്. പെങ്ങൾ പാവം, അവള് വീട്ടിലാണ്. 7ാം ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ ഏത് കോഴ്സിൽ പോകുന്നുള്ള കൺഫ്യൂഷനായിട്ട് വീട്ടിലാണ്. അവളുടെ മൂത്ത മോനുണ്ട്, ചെറുക്കൻ. അവൻ കൊമേഴ്സ് കഴിഞ്ഞ്, ഞാൻ ആ കൊമേഴ്സിന് മുന്നിൽ തള്ളി വിട്ടത്. എന്നിട്ട് ബികോമിന് പോകണം പറഞ്ഞു. ചെറുക്കൻ ബികോമിന് പോയി. റിസൾട്ടൊക്കെ വന്നപ്പോ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ചോദിച്ചു എങ്ങനെ ഉണ്ടാ റിസൾട്ട്? കുഴപ്പമൊന്നുമില്ല. എങ്ങനെയുണ്ട്? ഇക്കണോമിക്സ് പോയി, എവിടെയോ കളഞ്ഞു പോയതാ. വരുന്ന വഴിക്ക് ഇങ്ങനെ വീണു പോയതാണ്. കുറെ അന്വേഷിച്ച് കിട്ടിയില്ല. പിന്നെ ബിസിനസ് സ്റ്റഡീസ് കിട്ടിയില്ല. ആരും കൊടുക്കാത്തതാ, ഒരുപാട് ചോദിച്ചതാ. പിന്നെ ഇംഗ്ലീഷിന് 5 മാർക്ക് കുറവ്. ഞാൻ ചോദിച്ചു ശരിക്കും എന്താ സംഭവിച്ചത്? തോൽക്കുന്നു. ഞാൻ പറഞ്ഞത് മര്യാദ പറഞ്ഞാൽ പോലെ ഇത്രയും ഡെക്കറേഷൻസ് വേണമെന്ന് ചോദിച്ചു. ഞാൻ പെങ്ങള്, എന്റെ പെങ്ങളാണ് ഉമ്മ.
ഈ ഉമ്മാക്ക് കൊടുക്കാൻ പറഞ്ഞു. ഞാൻ ചോദിച്ചു അവളോട് എന്താണ് ഇത്? അവളോട് ചോദിച്ചു ഞാൻ എന്ത് ചെയ്യാനാടാ? ഞാൻ നോക്കുമ്പോ അവൻ ഫുൾ ടൈം ഇരുന്ന് പഠിക്കലാണ്. പേജൊക്കെ ഇങ്ങനെ മറിക്കണമെന്നുണ്ടല്ലോ, നമുക്ക് തന്നെ സങ്കടമായി പോകും. ചായ കൊടുക്കാൻ പാവം ക്ഷീണിച്ചു പോയി. വീട്ടിൽ ചെന്ന് നോക്കുമ്പോ എന്താണെന്നറിയോ, ക്ഷീണിച്ച് കിടക്കുന്ന പാവം ബുക്കിന്റെ ഉള്ളില് മൊബൈൽ ഇങ്ങനെ വെച്ചിട്ട് തട്ടന്നെ മറിക്കന്നെ ഭയങ്കര. ഞാൻ വീട്ടിൽ ചെന്നിട്ട് പെങ്ങളോട് ഞാൻ പറഞ്ഞു, ഞാൻ വരാം വീട്ടിലേക്ക്, ഞാൻ അങ്ങോട്ട് വരണുണ്ട്. ഞാൻ ചോദിച്ചു എന്ത് പരിപാടിയാണത്, ഇത്രയും പേപ്പർ പോയില്ലേ? അവൻ എന്നോട് വെച്ച് അത്രയല്ലേ പോയുള്ളൂ, ബി പോസിറ്റീവ്. എന്നെ മോട്ടിവേറ്റ് ചെയ്യ. കടുവയെ പിടിച്ചിട്ട് ഇടുവാന്ന് പറയില്ലേ? ഞാൻ അവിടെ ചെന്നപ്പോ അവൻ എന്നോട് മോട്ടിവേറ്റ് ചെയ്യാനാ പറയണത്. എമ്മാതിരി ടീമാണ്. ഞാൻ പറഞ്ഞു ഇവിടെ ശരിയാവില്ല, ഞാൻ ഇവനെ കൊണ്ടുപോയെന്ന് പറഞ്ഞു പെങ്ങളോട്. പെങ്ങളോട് ഇങ്ങോട്ട് ഞാൻ കോഴിക്കോട്ടേക്ക് കൊണ്ടുപോകണം, ഞാൻ അവിടെ കൊണ്ടുപോയി നിർത്തിയിട്ട് അവനെ പഠിപ്പിക്കാൻ പോവാ. പെങ്ങൾ എന്നോട് വെച്ച് നിനക്കൊക്കെ ഭ്രാന്താണ്, ഈ ചെറുക്കൻ ഒരു തണുപ്പനാണ്, തണുപ്പ് കണ്ടുപിടിച്ചത് ഇവനാണ്. ഇവനെ നീ അവിടെ കൊണ്ടുപോയിട്ട് നന്നാക്കാൻ ശ്രമിച്ച് ചെറുക്കൻ നന്നായില്ലെങ്കിൽ നാട്ടുകാരെന്താ പറയാ? നിങ്ങൾ തന്നെ പറയൂലേ, MS ജയിലിൽ എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി. എന്നിട്ട് ചങ്ങായി സ്വന്തം പെങ്ങളുടെ മോൻ പോലും നന്നായില്ല എന്നുള്ളത് പറയും. ഉറപ്പാ അല്ലേ? നിന്നെ കുറിച്ച് നാട്ടുകാരെന്നെ പറയും. ഞാൻ ചോദിച്ചു നീ എന്ത് വർത്താനായി പറഞ്ഞു, നിന്റെ മോനല്ലേ ഇത്, ഞാൻ അവനെ നന്നാക്കണ കാര്യമല്ലേ പറഞ്ഞത്? അപ്പൊ അവിടെ എന്നോട് ചോദിച്ചു നീ എന്താ അങ്ങനെല്ലേടാ? ഞാൻ ശരിയായി പോയി, കരഞ്ഞു പോയി ഞാൻ. എന്താന്നറിയോ, അവള് എന്നോട് പറഞ്ഞേ കുറെ നമ്മൾ ഒന്നിച്ച് ഒരേ പള്ളേന് ജനിച്ചല്ലടാ. ഇവന് ഞാൻ കാണാൻ തുടങ്ങിയിട്ട് 10-20 കൊല്ലല്ലേ ആയിട്ടുള്ളൂ. ഈ സാധനം എന്തായാലും എനിക്കെന്താണ് എന്താ അല്ലേ, എന്നോടുള്ള ഭയങ്കര ഇഷ്ടം കൊണ്ടേ രക്തം. ഞാൻ പറഞ്ഞ സാരില്ല, ഞാൻ കൊണ്ടുപോയെന്ന് പറഞ്ഞ് ഞാൻ കൊണ്ടിട്ട് എന്ത് ചെയ്ത് കോഴിക്കോട് കൊണ്ടുവന്ന് നിർത്തി. പാസ്സായ ആള് ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ടാണ്. ഇപ്പൊ അവൻ വർക്ക് ചെയ്യുന്നത് ഒരു അമേരിക്കൻ കമ്പനിയുണ്ട്, എക്സ്പെഡീറ്റർ എന്ന് പറയും. ആ കമ്പനിയുടെ റോഡ് ട്രാൻസ്പോർട്ടേഷൻ കോർഡിനേറ്റർ ആണ്. ഒരു മാസം അവൻ വാങ്ങുന്ന സാലറി 3.18 lakhs, 3,18,000 രൂപ. നാട്ടുകാരെ മുഴുവൻ സമുദ്ധരിച്ച് ഒരു സാമൂഹിക പരിഷ്കർത്താവാൻ ഇറങ്ങി തിരിച്ച മഹാനുഭാവനല്ല ഞാൻ. ഒരു ടിപ്പിക്കൽ കരിയർ കൗൺസിലറാണ്. മിനിമം കുടുംബത്തിലുള്ള സകലെണ്ണത്തിനെ കൈപിടിച്ച് വഴി നടത്തി ഏതെങ്കിലും ഒരു ജോബിലുണ്ടെന്ന് ഉറപ്പുവരുത്തി അത്യാവശ്യം വൃത്തിയുള്ള സാലറി ഉണ്ടെന്ന് ഉറപ്പാക്കിയിട്ട് ഞാൻ ഈ പണിക്കിറങ്ങി തിരിച്ചു കൊടുക്കുന്നത് ധൈര്യം. അതുകൊണ്ട് ആ അനുഭവത്തിന്റെ തിന്ന ബലത്തിലാണ് ഞാൻ നിങ്ങളോട് വർത്തമാനം പറയാൻ വന്നത്. കൊമേഴ്സുകാരൻ, ബികോംകാരൻ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് സ്വന്തം കോഴ്സിനെ കുറിച്ചൊരു ധാരണയില്ലാത്ത ആളുകളായി പോകരുതെന്നാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗവൺമെന്റ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഡിഗ്രികളിൽ ഒന്നാണ് ഏത്? ബികോം. ഏറ്റവും കൂടുതൽ വെറുതെ കിടക്കുന്നത് പോലെ ബികോംകാരാ. പെൺകുട്ടികളോട് എനിക്കൊരു അഭ്യർത്ഥന ഉണ്ട്, ഇതിനൊരു കല്യാണ കോഴ്സ് ആക്കരുത്, ഇതൊരു കലാപരിപാടി ആക്കരുത്, എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അതുകൊണ്ട് കോമ്പറ്റീറ്റീവ് എക്സാംസ് മാത്രം വർക്കൗട്ട് ചെയ്താൽ പോലും തീരും നല്ല കരിയറിൽ നിങ്ങളെത്തും. ഞാൻ നിങ്ങളോട് പറയാനുള്ളത് ഈ 3 വർഷം അത് ടേണിംഗ് പോയിന്റ് ആണെന്നൊന്നും ഞാൻ പറയില്ല. ഈ 3 വർഷം നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട 3 വർഷം. സത്യത്തിൽ എന്നെ നിർണയിച്ചത്, ഞാൻ ഓർഫനേജിലാണ് പഠിച്ചത്. വീട്ടിൽ വേറെ ഒറ്റ വഴിയില്ലാത്തതുകൊണ്ട് കുരുത്തങ്ങളൊക്കെ കാണിച്ച് തിരിഞ്ഞടിച്ച് നടക്കും എന്നുള്ളത് കൊണ്ട് എന്നെ പിടിച്ചു കൊണ്ടുപോയി എന്ത് ചെയ്താണ് ഇട്ടതാണ്. എന്നിട്ട് പറഞ്ഞ് വീട്ടിലേക്ക് കയറി പോരുമെന്ന് പറഞ്ഞു. ആദ്യത്തെ ഒരാഴ്ച കഴിഞ്ഞപ്പോണ്ടല്ലോ സങ്കടം പെരുമഴയും. എന്റെ വീട്ടിൽ നിന്ന് നല്ല തേങ്ങയും മുളകും സമാസമം മരച്ച് കുടംകൂടിയൊക്കെ ഇട്ട് വെച്ച് നല്ല വൃത്തിയുള്ള മീൻകറിയൊക്കെ കൂട്ടി മൂക്കുമുട്ട അടിച്ചിട്ട് ഞാൻ കാണുന്നത് ഹോസ്റ്റലിൽ ചെന്നപ്പോ ഒരു ശുദ്ധ സാമ്പാറാണ്. കരച്ചിൽ വന്നു. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് സാമ്പാറിന്റെ പാത്രത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ല ക്രിസ്റ്റൽ ക്ലിയർ വെള്ളം ഇങ്ങനെ മുകളിൽ പൊങ്ങി കിടക്കും. വെണ്ണയും വഴുതനയും പരിപ്പും അങ്ങോട്ട് മുകളിലോട്ട് നോക്കി ഒരു കിടക്കും. ഓ, കരച്ചിൽ വരും. പച്ചക്കാത്തിട്ട് അധിക സമയം ഈ സാമ്പാറിന്റെ അടിഭാഗം കാണാറില്ല, കാരണം മുകളിൽ മുഴുവൻ കുമ്പളങ്ങിയിരുന്നു. ഞങ്ങളുടെ സാമ്പാറിന്റെ ഏക സിലബസ് എന്തായിരുന്നു? അതായിരുന്നു. പിന്നെ ചപ്പാത്തി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, സുദർശനാക്രം പോലൊരു സാധനമാണ്. എറിഞ്ഞ ആൾ ചത്തുപോകും. ആണ്ടിലും കൊല്ലത്തിലേക്കല് പച്ചരി ചോറും ദാൽ എന്നൊരു സങ്കല്പവും പുറത്തിറക്കും. ദാൽ മുകളിലേക്ക് ഒഴിച്ചാൽ 2 പരിപ്പ് മുകളിൽ വെള്ളം നനയ്ക്കാതെ. അമ്മ ഈ ഭക്ഷണമൊക്കെ കണ്ട് ഓടി തടിയെടുത്ത ആളാ ഞാൻ. പാപ്പ അതേപോലെ പൂച്ചയെ കളയുന്ന മാതിരി കഴുത്തിൽ പിടിച്ചെന്ത് ചെയ്ത് കോമ്പൗണ്ടിന്റെ ഉള്ളിലാക്കിയിട്ട് പ്രിൻസിപ്പളിനോട് പറഞ്ഞ് 3 മാസം കൂടാണ് ഇവൻ എന്ത് ചെയ്തത് പുറത്തിറക്കി.
കേൾക്കുന്നു. പരോട് കിട്ടുന്ന മാതിരി എന്തെയും വീട്ടിൽ വരും. സോമാലിയെന്ന് വന്ന മാതിരി ആകുമ്പോ തല കുത്തി പറയല പഴയ മീൻകറിയുടെ ചട്ടിയിൽ. ഓ, ജീവിതം ഭയങ്കര രസം. അനുഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, കിട്ടിയ കുറേ എനിക്ക്. അപ്പൊ അങ്ങനെയൊക്കെ കുറെ അനുഭവങ്ങളിലൂടെ കണ്ടു. ഞാൻ പറഞ്ഞത് അന്ന് കിട്ടിയ കുറെ കാര്യങ്ങളുണ്ട്. അന്ന് ഞങ്ങൾക്ക് കിട്ടിയ അനുഭവം മാത്രം. ഇന്നോ നിങ്ങളുടെ ക്യാമ്പസ് ലൈഫ് ഭയങ്കര പൊളിയാവുന്ന ഞാൻ വിശ്വസിക്കുന്നത്. ഞങ്ങളുടെ പോലെയല്ല. നിങ്ങളുടെ സംവാദങ്ങൾ, നിങ്ങളുടെ സംസാരങ്ങൾ, നിങ്ങളുടെ സംഭാഷണങ്ങൾ, നിങ്ങളുടെ ഇന്ററാക്ഷനുകളെല്ലാം നിങ്ങളുടെ കരിയറിനെ മാത്രമല്ല നിങ്ങളുടെ ലൈഫിനെയും എന്ത് ചെയ്യും, നന്നാക്കും എന്നൊരു തെറ്റിദ്ധാരണ എനിക്കുണ്ട്. അങ്ങനെ തെറ്റിദ്ധരിച്ചോട്ടെ, ഉപയോഗപ്പെടുത്തോ, അങ്ങനെ ആവണം. അപ്പൊ ഞാൻ പറഞ്ഞത് നമുക്ക് കുറെ അധികം കാര്യങ്ങൾ വർത്തമാനം പറഞ്ഞു. ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞിട്ട് വേഗം എന്ത് ചെയ്യും, അവസാനിപ്പിക്കും. ഈ 3 കൊല്ലം നിങ്ങൾ എന്ത് ചെയ്യണം, യൂസ് ചെയ്യണം. എന്തുകൊണ്ട് എന്നതിന്റെ ചോദ്യത്തിന് എനിക്ക് കൃത്യമായി ഉത്തരവുണ്ട്. ഒരുപാടാണ്. നിങ്ങൾ നോക്കി എല്ലാവരും കോഴ്സ്, നിങ്ങൾ പോലും ഈ കോഴ്സ് കുറെ അന്വേഷിച്ചിട്ടായിരിക്കും അത് ചേർന്നിട്ടുണ്ടാവുക അല്ലേ? വെറുതെ പോണ വഴി കോഴ്സ് കിട്ടി അപ്പം ജോയിൻ ചെയ്തതാ. അങ്ങനെ വന്നുപെട്ട അബദ്ധത്തിൽ വന്നുപെട്ട എത്ര പേര് ഉദ്ദേശിക്കുന്നത്? ഒരു സാധനം പെട്ടുപോയതാണ്. 1, 2. അങ്ങനെ ഒരു ആത്മബോധം ഇടക്കിടക്ക് നല്ലതാണ്. വേറെ 2. വേറെ അവന്റെ കൈ ഉയർത്താനുള്ള ഊക്ക് അത് കണ്ട. നീ വന്നേ അങ്ങനെ ആകെ 2 പേര്. വേറെ ആരെങ്കിലും ഉണ്ടോ? ഒന്ന് സാറേ പറയാൻ പറ്റൂല, മഴ എടുത്തരുത് എന്ന് പറയുന്ന എനിക്ക് സമ്മതിക്കണം. ധീരതക്കുള്ള ദേശീയ അവാർഡ് കൊടുക്കണം. നീ വന്നേ, ഏത് ഡിഗ്രിയാ? ഈ മനുഷ്യൻ പെട്ടുപോയതാ. നമ്മൾ ഏത് ജോലി ചെയ്യണം? ഇങ്ങനെ ഞാൻ ഇങ്ങനെ ആലോചിച്ച് നിമ്മാരി ഒരു സാധനത്തിനൊക്കെ കിട്ടിയിരുന്നെങ്കിൽ എന്തിനാ, എന്താ പറ്റിയതെന്താ? എന്റെ ആഗ്രഹം എന്തായിരുന്നു? ആണോ? അയ്യോ, സങ്കടം. ഇതാ സങ്കടം ഫീൽ ചെയ്യുന്നുണ്ടാ. ഇവിടെ പൊളിറ്റിക്കൽ സയൻസ് ഇല്ല. പിന്നെ നീ എന്തിനാ ഇവിടെ വന്ന് വേറെ സ്ഥലമില്ലേ? ഒരേ കൂട്ടമില്ല. അതെന്താണത്? ഉമ്മാക്കും പേടിയായിട്ടാ, മോനെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാ. അല്ലാണ്ട് വേറെ ഒന്നുമല്ല. ഇക്കണോമിക്സ് നല്ല. പൊളിറ്റിക്കൽ സയൻസ് ഇനി വേറെ വായിച്ചോളൂ. ഒരു ഓൺലൈൻ ആയിട്ടൊക്കെ വേണമെങ്കിൽ ജോയിൻ ചെയ്തോ. ഇക്കണോമിക്സ് നല്ല. ഹ്യൂമാനിറ്റീസ് അത് ഭയങ്കര സംഭവം കിട്ടാ. കളയുന്നില്ല. സങ്കടമൊക്കെ ഞാൻ മാറ്റി തരാം കേട്ടോ. എന്നാ പോയിക്കോട്ടെ. ശരിയായിട്ട് ശ്രദ്ധിക്കാം. നോക്കിക്കൊണ്ടു കുഞ്ഞു പോലെ നോക്കട്ടെ. എന്താ മോനല്ലേ മറ്റേ ചക്കരേ. അപ്പൊ നമുക്ക് ആലോചിക്കില്ലേ? അപ്പൊ ഇക്കണോമിക്സ് ആണ്. സത്യം പറഞ്ഞ ഇക്കണോമിക്സ് എനിക്ക് ഭയങ്കര ഇക്കണോമിക്സിന്റെ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് കരിയർ കൗൺസിലർ ആയപ്പോഴാണ് മനസ്സിലായത് ഈ സാധനം ഭയങ്കര സംഭവമുണ്ട്. ഞാൻ പഠിച്ചവരുടെ ഒരൊറ്റ പ്രാർത്ഥനയുള്ളൂ, ജലീലേ, നിന്റെ പ്രവർത്തനങ്ങളിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു. നിനക്ക് എന്ത് വരമാണ് വേണ്ടതെന്ന് ചോദിച്ചാൽ പഠിച്ചവരോട് ഞാൻ പറയും, എന്റെ ലൈഫ് ക്ലോക്ക് തിരിച്ചെത്തിക്കണം, 10ാം ക്ലാസ്സിന്റെ അവസാനത്തിലേക്ക് കൊണ്ടുപോയി എത്തിക്കണം. ഒരു സാധനം എനിക്ക് വേണ്ട. ലോകത്തുള്ള മുഴുവൻ സ്വർണവും വേണ്ട. ലോകത്തുള്ള മുഴുവൻ സമ്പത്തുക്കളും വേണ്ട. ഒരു 25 ഏക്കർ കൊച്ചി ടൗണിൽ വേണ്ടേ വേണ്ട. ഞാൻ ചോദിക്കാം, എന്റെ ലൈഫ് ക്ലോക്ക് തിരിച്ചെത്തിയണം, 10ാം ക്ലാസ്സിൽ കൊണ്ടുപോയി വെച്ചിരണമെന്നാ പറയാ. അങ്ങനെ ചിന്തിക്കേണ്ട ഒരവസ്ഥ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാതിരിക്കണമെങ്കിൽ ഈ 3 കൊല്ലം നിങ്ങൾ എന്ത് ചെയ്യണം? യൂസ് ചെയ്യണം. എങ്ങനെ യൂസ് ചെയ്യണം? ഞാൻ പറഞ്ഞത് ഈ 3 കൊല്ലം ധാരാളം. ഞാൻ പറഞ്ഞ ഒന്ന് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസിനെ കുറിച്ച് പറയാം. ഞാൻ പണ്ട് ഒരു 13 കൊല്ലം മുമ്പ്, 2005 മുതലല്ല, 2000 മുതൽ ഞാൻ ഈ കോളേജിൽ വരുന്നുണ്ട്. 2000 മുതൽ ഞാൻ വന്നു തുടങ്ങി. ഇടയ്ക്ക് ഒരു സമരത്തിന്റെ പ്രശ്നമൊക്കെ വന്ന് ഗ്യാപ്പായി. പിന്നെ ഞാൻ 3 കൊല്ലം വരാതായി. പിന്നെ വീണ്ടും വന്ന് കൊറോണ വന്നപ്പോൾ വീണ്ടും എന്ത് ചെയ്ത് 3 കൊല്ലം കട്ടായി. ബാക്കി 10-15 കൊല്ലമായിട്ട് തുടർച്ചയായിട്ട് ഞാൻ ഈ കോളേജിൽ വരുന്നത്. ഏകദേശം 13 കൊല്ലം മുമ്പ് കോളേജിൽ വന്നത് എന്നെ ഒരാൾ ഓർമ്മപ്പെടുത്തി. ഞാനിങ്ങനെ കഴിഞ്ഞ ഏതാ മാസം, കഴിഞ്ഞ നവംബറിൽ ഞാൻ ദുബായിക്ക് പോകാൻ വേണ്ടി ഇങ്ങനെ കാലിക്കറ്റ് എയർപോർട്ടിൽ ചെന്ന് ഇങ്ങനെ നിൽക്കുക. അവിടെ ചെന്ന് ഇങ്ങനെ ബാഗേജ് ക്ലിയറൻസ് ഒക്കെ കഴിഞ്ഞ് ഇമിഗ്രേഷന് വേണ്ടി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഞാനിങ്ങനെ ലാസ്റ്റാണ്. അപ്പൊ ഞാൻ കയ്യിൽ ഇങ്ങനെ മൊബൈലൊക്കെ ഇട്ട് അതൊക്കെ ഇങ്ങനെ നോക്കി മെസ്സേജൊക്കെ ആളുകൾക്ക് അയക്കാനുള്ളത് അയച്ച് വാട്സപ്പ് അപ്ഡേറ്റ് ചെയ്ത് ഫേസ്ബുക്കിൽ പോസ്റ്ററൊക്കെ ഇട്ട് ഇങ്ങനെ കത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ നോക്കുമ്പോൾ അയാൾ ഈ ഇമിഗ്രേഷനിൽ ഇരിക്കുന്ന ആളെ എന്നെ തന്നെ നോക്കാം, എന്നെ തന്നെ ഇങ്ങനെ നോക്കണ്ടേ. എന്നിട്ട് എന്നെ നോക്കിയപ്പോൾ ഞാൻ, ഇപ്പൊ നമ്മളൊക്കെ 10ാം ക്ലാസ്സിലൊക്കെ അങ്ങനെയല്ലേ, നമ്മൾ
കാണിച്ച് ചെന്ന് നമ്മൾ എന്ത് ചെയ്യും? ബേക്കോട്ട് പോകും. നമ്മളെയാണ് നോക്കണമെന്ന് ഉറപ്പുണ്ടായാലും നമ്മൾ എന്ത് ചെയ്യും? ബേക്കോട്ട് പോകും. കാരണം എന്താ? സാറേ ചോദ്യം ഇവരോട് ചോദിച്ചോളി അല്ലേ? ബേക്കിലുള്ളവരുടെ മുന്നറിയിപ്പാണ്, നിനക്കാണ് ചോദ്യം വരാനുള്ളത്. അപ്പൊ തിരിഞ്ഞു നോക്കുമ്പോൾ ആള് അല്ലെങ്കിൽ എന്ത് ചെയ്യും? പതുങ്ങും. ഞാനിങ്ങനെ എന്ത് ചെയ്ത് തിരിഞ്ഞു നോക്കിയപ്പോൾ പറഞ്ഞോ അതിന് ബേക്കിലാകില്ല. മുമ്പിലുള്ളവരെ വിളിച്ചോ എന്റെ തള്ളോട് ദൈവം വിളിക്കുന്നു. അവൻ ബംഗാളിയാ, നാട്ടിലേക്ക് പോവാ, എന്താ അല്ലേ നാട്ടിലേക്ക് പോവാൻ. ഇത് പറഞ്ഞപ്പോഴത്തേക്ക് ഇയാൾ എന്നോട് ജനി എന്നറിയാം. ഞാൻ ആകെപ്പെട്ട് ഞാൻ പറച്ചോനെ കുടുങ്ങിയെന്ന് വിചാരിച്ചു. കാരണം എന്തെങ്കിലും കുഴപ്പമുണ്ടാവുമെന്ന് വിചാരിച്ച് ഞാൻ പാസ്പോർട്ടൊക്കെ നോക്കി, കറക്റ്റാണ്. വിസ നോക്കി, കറക്റ്റാണ്. റിട്ടേൺ ടിക്കറ്റ് ഉണ്ട്, ഒരു കുഴപ്പമില്ല. ഞാൻ എന്ത് ചെയ്തു? പതുക്കെ അങ്ങോട്ട് ചെന്ന് എന്നോട് ചെക്കൗട്ടാന്ന് ചോദിച്ചു. ഞാൻ പിന്നെ ദുബായിലാണ് അവിടെ. എന്താ പരിപാടി? ഞാൻ ഇങ്ങനെ ക്ലാസ് ഉണ്ട്, സ്കൂളിലാണ്. ഞാൻ ഇപ്പോഴും കൈ കടൻസ് തന്നെയാണോ? ഓ സമാധാനം, എന്നാ അറിയാം. എന്നോട് ചോദിച്ചത് എന്താ? ഇവിടെ നിന്ന് പോയിട്ട് കോഴിക്കോട് നിന്ന് പോയിട്ട് കൊച്ചി പോയി ഇറങ്ങുന്നുണ്ടെന്ന്. ഞാൻ പറഞ്ഞു മനോരമയുടെ പ്രോഗ്രാം ഉണ്ട്, വേറെ കച്ചവടമൊന്നുമല്ല, പരിപാടിയില്ല, എന്റെ ആളുള്ള കച്ചവടം ഇതാണ്. എന്നോട് പറഞ്ഞു എന്നെ മനസ്സിലായാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, എനിക്ക് നിങ്ങളെ നല്ലോണം അറിയാം. മമ്പാട് MES കോളേജിൽ ഹിസ്റ്ററി പഠിച്ചാൽ നോക്കും. മമ്പാട് MES കോളേജിൽ ഹിസ്റ്ററി. നിങ്ങൾ കുറെ മുമ്പ് ഞങ്ങൾക്ക് വന്ന് ക്ലാസ് എടുത്തിട്ടുണ്ട്. ക്ലാസ് എടുത്ത ടൈമിൽ നിങ്ങളൊരു സാധനത്തെ കുറിച്ച് പറഞ്ഞു, കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാം. കേട്ടോ? കേട്ടോ? അത് കേൾക്കാൻ നിങ്ങൾ കേട്ടാ പിന്നെ എന്റെ കഞ്ഞൂടി കൊണ്ടുപോയില്ലേ? നിങ്ങൾക്ക് വിവരം ഉണ്ടാവാൻ പാടില്ല. നിങ്ങൾക്ക് വിവരമില്ലാത്തതുകൊണ്ട് ഞാൻ ഈ പഠിക്കുന്നത് ചെയ്തത് ഇറങ്ങി തിരിച്ചത്. കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാം ഏത് ഡിഗ്രിക്കാർക്കും എഴുതാൻ പറ്റുന്ന കോമ്പറ്റേറ്റീവ് എക്സാം ആണ്. ഏത്? കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ. അതിനെ കുറിച്ച് ഞാൻ ഭയങ്കര ഘോരെ പ്രസംഗിച്ച് ക്ലാസ്സിൽ. അതിൽ ആവേശം കയറിയ ടീച്ചർക്ക് എന്ത് ചെയ്ത് അതിനങ്ങ് ഇറങ്ങി തിരിച്ചു. ഞാനപ്പോൾ അവന് അത് ക്ലാസ് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് വന്ന് അഡ്വൈസൊക്കെ ചോദിച്ചിരുന്നു എങ്ങനെ ചെയ്യണം. ഞാൻ അതിൻ്റെ പ്ലാനൊക്കെ പറഞ്ഞു കൊടുത്തു. അവനങ്ങ് പോയി. എന്നോട് ഒരു സാറേ നിങ്ങൾ പറഞ്ഞിട്ടാണ് ഞാൻ എന്ത് ചെയ്തത്? കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ പ്രിപ്പയർ ചെയ്തത്. 3 പ്രാവശ്യം എഴുതി മാക്സിമം തട്ടി തടഞ്ഞ് എന്ത് ചെയ്ത് വീണു. കഷ്ടപ്പാട് കൊണ്ട് ഇടങ്ങേറുകൊണ്ട് എനിക്ക് ദേഷ്യം പിടിച്ചിട്ട് 3 കൊല്ലം മെനക്കെട്ട് കിട്ടാത്തതുകൊണ്ട് നിങ്ങളെ തേടി ഞാൻ നിങ്ങളുടെ ഓഫീസിൽ വന്നു. അന്ന് നിങ്ങൾ എന്നോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് എന്ത് ചെയ്തു? അപ്പൊ തന്നെ കോഴിക്കോട് എരഞ്ഞിപ്പാലത്തുള്ള ഒരു സെന്ററിലേക്ക് വിളിച്ച് അയാളോട് പറഞ്ഞ് ഞാൻ കേട്ടതാ, ഞാനൊരു സാധനത്തിന് അങ്ങോട്ടേക്ക് അയക്കേണ്ടത് അവന്റെ മാച്ച് ഒന്ന് റെഡിയാക്കി കൊടുക്കുക. നിങ്ങൾ പറഞ്ഞനുസരിച്ച് ഞാൻ അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോഴല്ലേ എനിക്ക് നിങ്ങളെ കൊല്ലാനുള്ള ദേഷ്യമുണ്ടായിരുന്നു. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ ചങ്ങായി എന്താ ചെയ്തതെന്നറിയോ? 4, 5, 6 ക്ലാസ്സിലെ മാത്സിന്റെ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് കയ്യിൽ തന്നു. എന്നിട്ട് പോയിട്ട് ഇത് മുഴുവൻ വർക്കൗട്ട് ചെയ്ത് നോട്ട്ബുക്ക് കൊണ്ട് വരാൻ പറഞ്ഞു. എനിക്ക് നിങ്ങളെ കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ തന്നെ മനസ്സിന് ആരോടും ധ്യാനം ഇതാ, അത് പഠിക്കാൻ ചെന്നപ്പോൾ അയാൾ നമ്മളോട് ചെയ്യിപ്പിക്കാൻ പോവുക. പിന്നെ പറഞ്ഞല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു? മെനക്കെട്ട്. പക്ഷേ അതായിരുന്നു എൻ്റെ ടേണിംഗ് പോയിന്റ്. ഞാൻ ആ മാത്സിന് ക്ലിയർ ആക്കി. ആ പ്രാവശ്യം കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാം ഞാൻ ക്ലിയർ ചെയ്തു. അയാൾ എൻ്റെ മർമ്മത്തിലാണ് കയറി പിടിച്ചത്. നോക്ക്, കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാം 3 tier എക്സാം ആണ്. ഏത് ഡിഗ്രിക്കാർക്കും എഴുതാം. ഫസ്റ്റ് ടിയറിൽ 4 ഭാഗങ്ങളാണ്. ഒന്ന് ന്യൂമറിക്കൽ എബിലിറ്റി 50%, ഒബ്ജക്റ്റീവ് ടൈപ്പ്, മൾട്ടിപ്പിൾ ചോയ്സ്. രണ്ടാമത്തത് GK ജനറൽ നോളജ് 50 മാർക്കിന്. മൂന്നാമത്തത് റീസണിങ് 50 മാർക്കിന്. നാലാമത്തത് ലാംഗ്വേജ് കോംപ്രിഹെൻഷൻ 50 മാർക്ക്. ടോട്ടൽ 200 മാർക്സ്. അതിൽ 160 വാങ്ങിയാൽ തന്നെ ടെസ്റ്റ് ക്ലിയർ ആയി. രണ്ടാമത്തത് സെക്കൻഡ് ടിയർ എക്സാം, ഇത് തന്നെ സെയിം സാധനം തന്നെ 390 മാർക്കിന്. തേർഡ് ടിയർ എന്ന് പറഞ്ഞാൽ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആണ്. അത് എക്സാം ഒന്നുമല്ല. സത്യത്തിൽ ഈ 2 എക്സാമേ ഉള്ളൂ. ഈ 2 എക്സാം എഴുതി പാസ്സായി കഴിഞ്ഞാൽ കിട്ടുന്ന ജോലി, ഒന്ന് സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ CBI അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ, നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി എന്ന് പറഞ്ഞ സാധനം NIA, ED എന്ന് പറഞ്ഞ സാധനം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ഓടി നടക്കില്ല നമ്മുടെ നാട്ടിൽ ആ ടീം. പിന്നെ സെൻട്രൽ ബ്യൂറോ ഓഫ് നാർക്കോട്ടിക്സ്. ഇന്ത്യൻ എംബസികളുടെ സെക്ഷൻ ഓഫീസറായിട്ട് വിവിധ രാജ്യങ്ങളിൽ പോയി വർക്ക് ചെയ്യാം. കസ്റ്റംസ് പ്രിവന്റീവ് ഓഫീസർ. ഞാൻ ആഞ്ഞു പിടിച്ച് ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന ഇമിഗ്രേഷനിലാണ്. നിങ്ങൾ അന്ന് പറഞ്ഞു തന്നതുപോലെയാണ്. മമ്പാട് MES കോളേജിൽ പഠിച്ച നിലമ്പൂർക്കാരൻ പയ്യന്റെ കാര്യം ഞാൻ ഈ പറയുന്നത്. അബ്ദുൽ കരീം ഇപ്പൊ ഡൽഹിയിലാണ് സർവീസ്. ഞാൻ പറഞ്ഞ കുഞ്ഞു മക്കളെ, ഞാൻ പറഞ്ഞു ഈ 3 കൊല്ലം
നിങ്ങളൊന്ന് നല്ല വൃത്തിയായിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ, എൻ്റെ ഫാദർ കൊച്ചിയിൽ മട്ടാഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് ബസാറിൽ ചുമട്ട് ജോലിക്കാരനായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കെ 54-ാമത്തെ വയസ്സിൽ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചതാണ്. ഞങ്ങൾ അവിടുത്തെ റൂൾ അനുസരിച്ച് ആ ജോലി ഞങ്ങളിൽ ആർക്കെങ്കിലും ഒരാൾക്ക് കിട്ടും. എൻ്റെ അനിയൻ ചെറുക്കൻ അത് എഴുതി വാങ്ങി. അനിയൻ ചെറുക്കൻ കൊടുത്തു. അന്ന് അവൻ 10ാം ക്ലാസ് കഴിഞ്ഞ് എഞ്ചിനീയറിംഗ് സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ട് ഇവിടെയാണ്, കോഴിക്കോടാണ്. ഡിഗ്രി കഴിഞ്ഞ് ജേർണലിസം പഠിച്ച് വന്ന് ലാൻഡ് ചെയ്തിരിക്കുകയാണ്. അന്ന് അനിയൻ ആ ജോലിക്ക് കയറി. ആ ജോലിക്ക് കയറി 19ാമത്തെ വയസ്സിൽ, ആലോചിച്ച് നോക്കണേ, 19ാമത്തെ വയസ്സിൽ ഉള്ള പഠനമൊക്കെ ഒഴിവാക്കി ജോലിക്ക് കയറി 13 കൊല്ലം ആ ചെറുക്കൻ എന്ത് ചെയ്തു? ആ ജോലിയിൽ നിന്നും, ജോലിയുടെ കഷ്ടപ്പാട് കൊണ്ട് അവനെന്ത് ചെയ്തു? ജോലി രാജിവെക്കാൻ തീരുമാനിച്ചു. അപ്പോഴത്തേക്കും കൊച്ചിയിൽ 3ഓളം വീടുകൾ അവൻ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. വാടക കൊടുക്കുക, വാടക വരുമാനം ഉള്ളതുകൊണ്ട് ഈ കഷ്ടപ്പാടുള്ള ജോലി ഒഴിവാക്കാൻ തീരുമാനിച്ചു. ഞാൻ അന്ന് കരിയർ കൗൺസിലിംഗിലേക്ക് വന്നു കഴിഞ്ഞ ടൈമാണ്, കഴിഞ്ഞ് കുറേ ആയി. ഞാൻ അവനെ വിളിച്ചിട്ട് ഞാൻ അവനോട് പറഞ്ഞു, ഈ പണി നീ രാജിവെക്കരുത്, മറിച്ച് 32 വയസ്സിലേ ആയിട്ടുള്ളൂ, അടുത്ത 2 കൊല്ലം എനിക്ക് അവനറിയാം, അടുത്ത 2 കൊല്ലം ഞാൻ പറയുന്നത് പോലെ ചെയ്യാൻ നീ റെഡിയാണെങ്കിൽ നിനക്ക് ഞാൻ ജോലി വാങ്ങിത്തരാം, ഇല്ലെങ്കിൽ കോഴിക്കോടുന്ന വീടും പറമ്പും നിനക്ക് ഞാൻ എഴുതിത്തരാൻ തോന്നും. വീടും പറമ്പും അവന്റെ വീക്ക്നെസ്. അവനെന്ത് ചെയ്ത്? കേട്ട വാതി കേൾക്കാത്ത വാതി ചാടി പിടിച്ചെന്ത് ചെയ്ത്? ഞാൻ പറഞ്ഞതുപോലെ ചെയ്യാൻ റെഡിയായി. അവന്റെ പതിവ് രീതി എന്താണെന്നറിയോ? ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ കുളിച്ച് ഫ്രഷായി നേരെ പോകും, കമ്പനിക്കാരുടെ കൂടെ കറങ്ങി നടന്ന് രാത്രി മുഴുവൻ കൊച്ചിയിലും മട്ടാഞ്ചേരിയിലും കറങ്ങി നടന്ന് നേരെ വെളുപ്പിക്കും. രാവിലെ വന്ന് കിടന്നുറങ്ങി എണീറ്റങ്ങ് പോകും. ഇതാണ് അവന്റെ റൂട്ടീൻ. ഞാൻ പറഞ്ഞ റൂട്ടീൻ മാറ്റണം. അവൻ അത് പറ്റില്ല. ഒരാഴ്ച നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, എന്നിട്ട് എന്ത് ചെയ്യാം? ഞാൻ പറഞ്ഞ പോലെ ചെയ്തിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രം നീ എന്ത് ചെയ്താൽ മതി? പണിക്ക് നിന്നാൽ മതി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവൻ അവന്റെ സുഹൃത്തുക്കളെയൊക്കെ വിളിച്ചിട്ട് പറഞ്ഞ്, ഇനി ഇങ്ങോട്ട് വരരുത്, എന്നെ അന്വേഷിച്ച് എനിക്ക് നിങ്ങളെ കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങോട്ട് പോകാൻ പോകും. ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്, ഉറപ്പിച്ചിട്ട പണിക്ക് ഞാൻ എന്ത് ചെയ്യാൻ പോവാ? ഇറങ്ങാൻ പോവാ. വൈകുന്നേരം ജോലി കഴിഞ്ഞ് വന്ന് കുളിച്ച് ഫ്രഷായി 7:30 മണി മുതൽ അവനങ്ങ് സ്റ്റാർട്ട് ചെയ്യും പഠിക്കാൻ. 9:30 വരെ എന്ത് ചെയ്യും? 10 മണി വരേക്ക് 2-2.5 മണിക്കൂർ ആ ചെറുക്കൻ എന്ത് ചെയ്യും? വർക്ക് ചെയ്യും. സൺഡേകളിൽ കൊച്ചിയിൽ മട്ടാഞ്ചേരിയിൽ ഇക്ബാൽ ലൈബ്രറി എന്ന് പറഞ്ഞൊരു പബ്ലിക് ലൈബ്രറി ഉണ്ട്. അവിടെ പോയി അവിടുത്തെ മൈനോറിറ്റി കോച്ചിങ് സെന്ററിൽ PSC കോച്ചിങ് രാവിലെ മുതൽ ഉച്ച വരെ. 6 മാസം കഴിയുമ്പോൾ അവൻ എന്താ ചെയ്തെന്നറിയോ? ആ ലൈബ്രറിയിലെ ഇതിന്റെ കോർഡിനേറ്റർ ഉണ്ട്, മൈനോറിറ്റി കോച്ചിങ് സെന്ററിന്റെ കോർഡിനേറ്ററോട് പറഞ്ഞു, ഇനി ക്ലാസ് ഇവർക്ക് ഞാൻ എടുത്തു തരാം, നിങ്ങൾ പൈസ കൊടുത്ത് ആളെ കൊണ്ടല്ല, ഞാൻ എടുത്തു കൊടുത്തോളാം. അങ്ങനെ 2 കൊല്ലം 35ാമത്തെ വയസ്സാകുമ്പോഴത്തേക്കും ലാസ്റ്റ് ഗ്രേഡ് 7 എക്സാമിൽ എറണാകുളം ജില്ലയിൽ 86ാമത്തെ റാങ്കാണ്. ഇപ്പൊ നിങ്ങൾ കൊച്ചിയിൽ ചെന്ന് കഴിഞ്ഞാൽ തോപ്പുംപടി സെഷൻസ് കോർട്ടിൽ അവൻ ജോലി ചെയ്യുന്നത് കാണാം. ഗവൺമെന്റ് സർവീസിൽ PSC പരീക്ഷ എഴുതാനുള്ള കാലാവധി കഴിയുന്ന ടൈമിനാണ് അവൻ എന്ത് ചെയ്യുന്നത്? PSC കയറി പോകുന്നത്. വാച്ച്മാൻ ആരാന്ന് വെച്ചപ്പോൾ വാച്ച് കൊടുക്കുന്ന ആളെന്ന് പറഞ്ഞ പൊട്ടനാണ്. ആ സുഹൃത്താണ് എന്ത് ചെയ്യുന്നത്? PSC എഴുതി പാസ്സാവും. ഞാൻ പറഞ്ഞില്ലേ, എന്റെ കുടുംബത്തിന് ഒരു വഴിക്കാക്കിയിട്ട് ഞാൻ ഈ പഠിക്കുന്നത് ചെയ്തത്, ഇറങ്ങി തിരിച്ചത്. അതുകൊണ്ട് എന്റെ മോട്ടിവേഷൻ എനിക്ക് ചുറ്റുമുള്ള ആളുകളാണ്, അല്ലാണ്ട് ബിൽഗേറ്റ്സും സ്റ്റീവ് ജോബ്സും ഒന്നല്ല. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, പ്ലാൻ ഉണ്ടോ? കൃത്യമായിട്ട് വർക്ക്ഔട്ട് ചെയ്യോ? നല്ല കോമ്പറ്റേറ്റീവ് എക്സാംസ് എഴുതിയിട്ട് നല്ല ജോബിലേക്ക് എന്ത് ചെയ്യാം? ഇക്കണോമിക്സുകാരോടാണ് എനിക്ക് പറയാനുള്ളത്, ലാംഗ്വേജുകാരോടും BCom-കാരോടും സകല ഡിഗ്രിക്കാരോടും ഇങ്ങനത്തെ ഏതെങ്കിലും ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ എന്ത് ചെയ്താൽ മതി? ഞാൻ ഗ്യാരണ്ടി. നിങ്ങൾ എൻ്റെ കൂടെ പോലും അടുത്ത 3 കൊല്ലം ഞാൻ പറയുന്നത് പോലെ ചെയ്യാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ 4ാമത്തെ കൊല്ലം ഞാൻ നിങ്ങൾക്ക് ജോലി വാങ്ങിത്തരും. ഇല്ലെങ്കിൽ നഷ്ടപരിഹാരം ഞാൻ അങ്ങോട്ട് തരും. മാസം 20,000 രൂപ വെച്ച് നിങ്ങൾക്ക് അങ്ങോട്ട് തരും. വേണമെങ്കിൽ അതൊരു കരിയറാക്കാം. ഏത്? നഷ്ടപരിഹാരം വാങ്ങാൻ. പേടിക്കണ്ട. എന്റെ വാപ്പ മരിക്കണതിന് മുമ്പ് എനിക്കൊരു പണി തന്നാ പോയത്. വാപ്പ മരിക്കുന്ന ആ സമയത്ത് കുറച്ച് അവരുടെയൊക്കെ സ്ഥലം ഉണ്ടായിരുന്നു. ഏട്ടത്തേക്ക് കുറച്ച് എഴുതി കൊടുത്ത് നല്ല കണ്ണായ സ്ഥലം. അനിയൻ ചെറുക്കന് കൊച്ചിയിൽ ആബാദിന്റെ പിന്നില് പൊളി സ്ഥലം എഴുതി കൊടുത്ത്. അനിയത്തി കുട്ടിക്ക് ചിത്തുപറമ്പ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, നല്ല രസമുള്ള സ്ഥലം. അവിടെ 3 പ്ലോട്ടാണ് കൊടുത്തത്. എനിക്ക്
വല്ലാർപാടം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അതിന്റെ അപ്പുറത്ത് ഡയമണ്ട് ദ്വീപ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ലണ്ടൻ ബത്തേരിയിലെ ലുത്തിനികൾ എന്നുള്ള എൻ.എസ്. മാധവന്റെ നോവൽ അതിൽ പരാമർശിക്കുന്ന ഡയമണ്ട് ദ്വീപ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തിന്റെ അങ്ങേ അറ്റത്ത് മൂലയില് മഞ്ചുമണി, ഞങ്ങൾ മോളുകാട്ടിമാര്, ഫോർട്ട് കൊച്ചിക്കാര്, വൈപ്പിൻകാര് ചത്ത കോഴിയും പൂച്ചയൊക്കെ കൊണ്ട് ഡംപ് ചെയ്യുന്ന ചീഞ്ഞഴിഞ്ഞ ചതുപ്പ് നിറഞ്ഞ സ്ഥലത്തിന്റെ അങ്ങേ അറ്റത്ത് ഒരു മൂലയില് കുറച്ച് സ്ഥലം ചൂണ്ടിക്കാണിച്ചിട്ട് എന്നോട് നീ ഇത് ഫുൾ എടുത്തോളാൻ പറഞ്ഞു. പാപ്പ പണി തന്നതാണ്. എന്നോട് കൂട്ടുകാർ പറഞ്ഞ നിന്റെ വാപ്പക്ക് എത്ര വിരോധമാണെന്ന് ചോദിച്ചു. മരിക്കണതിന് മുമ്പ് വാപ്പ ഉമ്മാനോട് സ്വകാര്യമായിട്ട് പറഞ്ഞതേ ആ ചെറുക്കനോട് പറയരുത്, വിറ്റ് പോവാത്ത സ്ഥലമാണെന്ന് അവന് ഞാൻ കൊടുത്തത്. പക്ഷേ എനിക്കറിയാം അത് നന്നാവും, കാരണം ഇവനിപ്പൊ കൊടുത്തു കഴിഞ്ഞാൽ പൊട്ടനാ, അവൻ നാട്ടുകാർക്ക് എഴുതി കൊടുക്കുകയും ആര് ചോദിച്ചാലും കൊടുക്കും, ഓട്ടക്കയ്യനാണെന്ന് പറഞ്ഞു. പാപ്പ ഉമ്മാനോട് പറഞ്ഞത്. പക്ഷേ പാപ്പ മരിച്ച് കുറെ നാൾ കഴിഞ്ഞ് 10-12 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് മൂപ്പന്റെ ബുദ്ധി എനിക്ക് മനസ്സിലായത്. എന്റെ സ്ഥലത്തിന്റെ അടുത്തു കൂടിയാണ് വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ എന്ത് ചെയ്തത്, പാസ് ചെയ്തത്. ഇപ്പൊ മാർക്കറ്റ് റേറ്റ് അനുസരിച്ച് ഒരു സെന്റിന് 28 ലക്ഷം രൂപ വില കിട്ടും. അതിന്റെ മൂലം ഒരു 2 സെന്റ് എഴുതി വിറ്റ് കഴിഞ്ഞാൽ പോലും നിങ്ങൾക്ക് തരാനുള്ള പൈസ കിട്ടും. പക്ഷേ പാപ്പ വേറൊരു കുരുത്തക്കേട് ഒപ്പിച്ചു വെച്ചു. വിൽപ്പത്രം തയ്യാറാക്കിയപ്പോൾ താഴെ എഴുതി വെച്ചു, ജലീലിന്റെ സ്ഥലം ക്രയവിക്രയം ചെയ്യണമെങ്കിൽ അവന്റെ മൂത്ത കുട്ടിക്ക് 18 വയസ്സ് തികഞ്ഞിരിക്കണം. പട്ടിക്ക് കൊട്ടത്തേങ്ങണ്ടാന്ന് പറഞ്ഞാൽ ആ അവസ്ഥയല്ല. പേടിക്കട്ട, അടുത്ത കൊല്ലം കഴിയുമ്പോഴത്തേക്ക് എന്റെ മോൾക്ക് 18 ആവും. പക്ഷേ പവർ ഓഫ് അറ്റേണി എന്റെ കയ്യിലാണ്. അതുകൊണ്ട് കുഞ്ഞുമക്കൾ എന്റെ കൂടെ ഒരു ജോലി ഞാൻ വാങ്ങിത്തരും. രണ്ടാമത്തെ ഒരു കാര്യം, കോമ്പറ്റിയിലേക്കും ചെറിയ കേസ് പറയട്ടെ. ഞാൻ ബാംഗ്ലൂർ മാത്രം ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. ആ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേര് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫുഡ് ടെക്നോളജി എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കീഴിലുള്ളതാണ്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ അവിടെ കോഴ്സ് ഉണ്ട്. ഒരു 1 ഇയർ കോഴ്സാണ്. കോഴ്സിന്റെ പേര് PG ഡിപ്ലോമ പ്രോഗ്രാം ഇൻ വുഡ് പാനൽ പ്രൊഡക്ഷൻ ടെക്നോളജി. ആ കോഴ്സ് 1 ഇയർ ആണ്. കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുവരെ ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ആളുകൾ ഏറ്റവും മിനിമം സാലറി 33,000 ആണ്. ഏറ്റവും മിനിമം. ഞാൻ പറഞ്ഞ അങ്ങനത്തെ ഒരുപാട് എന്റെ പെങ്ങളുടെ പോലെ ബികോ കഴിഞ്ഞു അവരെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിച്ചത് ലോജിസ്റ്റിക്സ് ആൻഡ് പ്രൊക്യൂർമെന്റ് ആണ്. അപ്പൊ നല്ല കരിയറിലേക്ക് എത്തി, നല്ല ജോലിയാണ്. ഷോർട്ട് ടൈം കോഴ്സുകൾ ഇഷ്ടം പോലെ, ഇവന്റ് മാനേജ്മെന്റും ഹോസ്പിറ്റാലിറ്റിയും ട്രാവൽ ആൻഡ് ടൂറിസം അടക്കം പെട്ടെന്ന് ജോലി കിട്ടുന്ന ഷോർട്ട് ടൈം കോഴ്സ് എല്ലാ ഡിഗ്രിക്കാർക്കും. ഗവൺമെന്റ് ജോബുകൾ, നമ്മൾ ഈ കോമ്പറ്റീവ് എക്സാം എന്ന് പറഞ്ഞാൽ വെറും ജോബ് കോമ്പറ്റീവ് എക്സാം മാത്രമല്ല, ഹയർ സ്റ്റഡീസ് കോമ്പറ്റീവ് എക്സാം. ഞാൻ പറഞ്ഞ ഈ 2 അപ്പൊ എന്തൊക്കെയായി? 1 കോമ്പറ്റീവ് എക്സാം, 2 ഷോർട്ട് ടൈം കോഴ്സസ്, 3 പ്രൊഫഷണൽ നിങ്ങളുടെ കരിയറുമായിട്ട് ഡിഗ്രി ആയിട്ട് ബന്ധപ്പെട്ട സ്പെസിഫിക് പ്രോഗ്രാംസ്. കെമിസ്ട്രിക്കാർക്ക് MSc എൻവയോൺമെന്റൽ സയൻസ്. വളാഞ്ചേരി MBS കോളേജിൽ ഒരു പയ്യൻ വന്നിട്ട് എന്നോട് പറഞ്ഞു എനിക്ക് ഡിഫറെന്റ് ആയ കോഴ്സ് പഠിക്കണം, ഡിഫറെന്റ് ആയ കോഴ്സ്. അന്ന് ഞാൻ അവനോട് പറഞ്ഞു കൊടുത്തൊരു സാധനം MSc എൻവയോൺമെന്റൽ സയൻസ് ആണ്, പ്ലസ് ഡിസാസ്റ്റർ മാനേജ്മെന്റ്. അവരിപ്പോൾ ഒരു ഇന്റർനാഷണൽ ഓർഗനൈസേഷനിൽ ഡിസാസ്റ്റർ മിറ്റിഗേഷൻ ഓഫീസറായിട്ട് എന്ത് ചെയ്യാം, വർക്ക് ചെയ്യാം. നല്ല രസകരമായ ഷോർട്ട് ടൈം കോഴ്സുകളും സ്പെസിഫിക് ആയ PG പ്രോഗ്രാംസും നമുക്ക് കിട്ടും. MFC എന്ന് പറഞ്ഞൊരു കോഴ്സ് ഉണ്ട്, മാസ്റ്റർ ഓഫ് ഫിനാൻഷ്യൽ കൺട്രോൾ. കേട്ടോ ആരെങ്കിലും? ഡൽഹി യൂണിവേഴ്സിറ്റി കൊടുക്കുന്ന ഡൽഹി യൂണിവേഴ്സിറ്റി MFC. കഴിഞ്ഞ കൊല്ലം അവിടുന്ന് പാസ് ഔട്ട് ആയ കുട്ടികളുടെ ലാസ്റ്റ് കാൻഡിഡേറ്റിന്റെ ഒരു മാസത്തെ സാലറി 67,000 രൂപ. നമ്മൾ BCom കഴിഞ്ഞ് കേട്ടിരിക്കുന്നത് CA CMA അതല്ലെങ്കിൽ MCom MBA കഴിഞ്ഞു. MIB എന്ന് പറഞ്ഞൊരു കോഴ്സ് ഉണ്ട്, മാസ്റ്റർ ഓഫ് ഇന്റർനാഷണൽ ബിസിനസ്. ലാംഗ്വേജുകാർക്ക് ഭയങ്കര രസമാണ്. ഈ മഞ്ചേരി എന്നൊരു കുട്ടി എന്നെ വിളിച്ചു ഒരു ദിവസം രാവിലെ. എന്നെ വിളിച്ചിട്ട് സാർ എന്റെ പേര് റൂബി. ഞാൻ നല്ല പേര്. അവിടെ ഞാനങ്ങോട്ട് വരുന്നുണ്ട്, അല്ല പറഞ്ഞാൽ മതിയാ, ഞാനങ്ങോട്ട് വരുന്നുണ്ട്. ഞാൻ എന്താണ് എനിക്കൊന്ന് കാണണം, പാപ്പയും വരുന്നുണ്ട് കൂടെ. ഞാൻ പറഞ്ഞു പാപ്പാക്ക് നല്ല ആരോഗ്യം ഉണ്ടാകുന്ന ചോദിച്ചു. നമ്മൾ കാണാം, നിങ്ങളെ കാണാൻ വരികയെന്ന് പറയുമ്പോൾ ഈ ആ പ്രസ്താവനയിൽ തന്നെ എന്തൊരു കുഴപ്പമുണ്ട്. ഞാൻ ചോദിച്ചാൽ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു. പ്രശ്നമുണ്ട്, ഭയങ്കര പ്രശ്നം എന്ന് പറഞ്ഞു. അടച്ചോനെ, ഞാനൊരു അബദ്ധം ചെയ്ത് ഞാൻ എന്താണ് +2 ഫുൾ A+ ആണ്. ഞാൻ പറഞ്ഞത് അബദ്ധമില്ല, നല്ല കാര്യമല്ലേ, അതാണ് കുഴപ്പം. മാത്സിന് ഫുൾ മാർക്കാണ്.
എന്നിട്ട് ബാപ്പ പറയണത് എഞ്ചിനീയറിംഗിന് പോയിക്കോളാൻ. എനിക്ക് എഞ്ചിനീയറിംഗ് വേണ്ട, പിന്നെ എനിക്ക് ഇംഗ്ലീഷ് ആയിരിക്കണം, BA ഇംഗ്ലീഷിന് ചേരണമെന്ന് ആഗ്രഹം. ബാപ്പ സമ്മതിക്കല്ല. എൻ്റെ ബാപ്പക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്, അവന് സന്തോഷം. മൂത്ത താത്ത NID നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈനിലാണ് പഠിക്കുന്നത്, നിങ്ങൾ പറഞ്ഞു വിട്ടതാണ്. രണ്ടാമത്തെ താത്ത എയിംസിൽ MBBS ആണ്, അവളെ മുന്തിയിട്ടത് നിങ്ങളാണ്. അപ്പൊ എന്നെ നന്നാക്കാൻ വേണ്ടി നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരാൻ പോവാണ്. അപ്പൊ ഞാൻ വിളിച്ചത് എന്തിനാണെന്നറിയോ? വാപ്പ അറിയാതെ ഞാൻ വിളിക്കുന്നത്. ഞാൻ അവിടെ വരുമ്പോൾ നിങ്ങൾ വാപ്പയെ കൂടി സംസാരിച്ച് എന്നെ എഞ്ചിനീയറിംഗിന് പോകാൻ നിർബന്ധിച്ചാൽ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പോകും. അത് പറയാനാ വിളിച്ചത്. എന്തായാലും നല്ല മോള്, ഞാൻ പറഞ്ഞ മോള് ഇങ്ങോട്ട് വാ, നമുക്ക് സംസാരിക്കാം, പരിഹാരം ഉണ്ടാക്കാം. അവൾ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടല്ലോ, ഭയങ്കര പ്രശ്നം. വാപ്പയും മോളും തമ്മിൽ എൻ്റെ മുമ്പിൽ നിന്ന് അടിയാണ്. ഞാൻ വാപ്പയോട് ഞാൻ മിണ്ടാണ്ടിരിക്കാൻ പറ്റുള്ളൂ. ഈ പ്രശ്നത്തിൽ ഞാൻ ഇടപെട്ടോട്ടെ എന്ന് ചോദിച്ചാന്ന് പറഞ്ഞു. നിങ്ങൾ പുറത്തിരിക്കാൻ പറഞ്ഞു. ഇയാൾ പുറത്ത് ഇറങ്ങി പോണ വഴിക്ക് പറഞ്ഞേ അവിടെ പഠിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇംഗ്ലീഷ് പറയണത്, ഒന്നും പഠിക്കാനില്ലല്ലോ. ഞാൻ പറഞ്ഞു നിങ്ങൾ പോയിട്ട് വരി, ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഇയാളെ പുറത്തേക്ക് വേണ്ടി ഇവരോട് വർത്താനൊക്കെ പറഞ്ഞ് കുറെ കഴിഞ്ഞപ്പോൾ ഇയാൾ എന്ത് ചെയ്തു, തിരിച്ച് വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ BA ഇംഗ്ലീഷിന് വിടാൻ പോവാ. ഇയാൾ തലയിൽ തേങ്ങ വീണാതെ കുറെ നേരം അന്തം വിട്ട് എൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് സീരിയസ് ആണ്. ഞാൻ ഓർപ്പിച്ച എനിക്ക് നിങ്ങളെ ഭയങ്കര വിശ്വാസമാണ്, കാരണം എൻ്റെ 2 മക്കളെ നിങ്ങളാണ് എന്തൊരു കോളേജിലാക്കിയത്. ഇനി നിങ്ങൾ പറഞ്ഞത് ചെയ്യാം, പക്ഷേ ഇവരുടെ മൊത്തം കാര്യം നിങ്ങൾ തന്നെ ഏറ്റെടുക്കണം. ഒരു സ്ത്രീ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞ് ചാവക്കാടെന്ന് നിങ്ങൾ പറഞ്ഞിട്ട് എൻ്റെ മോള് BDSനോ എന്ന് പറഞ്ഞു. ഞാൻ ആയിക്കോട്ടെ, അതെ ജോലിയൊക്കെ കിട്ടിയിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല, നല്ല ചെക്കന്മാരുണ്ടെങ്കിൽ പറഞ്ഞു. ഞാൻ കരിയർ കൗൺസിലിംഗ് മാത്രമല്ല, കരിയർ ബ്രോക്കറേജ് ഒരു സമയമാകുമ്പോൾ പറഞ്ഞോട്ട് നല്ല മേടിച്ചില്ല പിള്ളേരുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞ് അതോ അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ കൊടുക്കും, നോക്കാം. BA ഇംഗ്ലീഷിൽ കൊല്ലട്ടയിൽ യൂണിറ്റി വിമൻസ് കോളേജില്ലേ, അവിടെ പഠിച്ചു കഴിഞ്ഞ് അവിടെ വീണ്ടും എന്നെ കാണാൻ വന്നു. MA ലിറ്ററേച്ചർ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ. അത് കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞേ ഞാൻ പെട്ടിരിക്കണം സർ. ഞാൻ എന്ത് പറ്റി, ഭയങ്കര കൺഫ്യൂഷനാണ്, എന്താ ചെയ്യാന്ന് അറിയില്ല. ഞാൻ എന്ത് പറ്റി, 4 ജോലി കിട്ടിയിട്ട് ഏത് കിട്ടണം എന്നുള്ള കൺഫ്യൂഷനാണ്. സമാധാനം. അമേരിക്കൻ IT കമ്പനിയിൽ കണ്ടന്റ് റൈറ്ററായിട്ട് വർക്ക് ചെയ്യാം, ലാംഗ്വേജ് കൊണ്ട്. നിക്കോൾ കിഡ്മാന്റെ വളരെ പ്രസിദ്ധമായ ഒരു മൂവിയുണ്ട്, ഒരു ഹോളിവുഡ്, ദി ഇന്റർപ്രറ്റർ എന്ന് പറയും. കണ്ടോ? സിനിമ കാണാൻ പ്രേരിപ്പിക്കുകയല്ല, ഞാൻ അതിൻ്റെ തലയിലേക്ക് ഇറങ്ങുന്ന ആ സിനിമ ഒന്ന് കണ്ടു നോക്കി. നിങ്ങൾ UN അടങ്ങുന്ന ഒരു പ്ലോട്ട്, ഒരു ആഫ്രിക്കൻ രാഷ്ട്ര തലവനെ വധിക്കാനുള്ള ഒരു പ്ലോട്ട് ഗൂഢാലോചനയെ പൊളിക്കുന്നതാണ് നിക്കോൾ കിഡ്മാന്റെ കഥാപാത്രം. അവരുടെ ജോലി ഇന്റർപ്രറ്ററാണ് UN-ന്റെ 9 നെറ്റ്വർക്കുകളിൽ ഒരു നെറ്റ്വർക്കാണ് ഡെവലപ്മെന്റ് എന്ന് പറയും, സോഷ്യോ ഡെവലപ്മെന്റൽ നെറ്റ്വർക്ക് എന്ന് പറയും. സോഷ്യോളജി കഴിഞ്ഞ ആൾക്ക്, പൊളിറ്റിക്കൽ സയൻസ് കഴിഞ്ഞ ആൾക്ക്, ഇക്കണോമിക്സ് കഴിഞ്ഞ ആൾക്ക് ഒക്കെ അവിടെ എന്ത് ചെയ്യാം, മാസ്റ്റേഴ്സ് കഴിഞ്ഞാൽ UN-ൽ വർക്ക് ചെയ്യാം. എൻ്റെ മൂത്ത മോള് ആയിഷ പറയണത് ആർക്കിടെക്ചർ പഠിക്കണം, അല്ലെങ്കിൽ സോഷ്യോളജി പഠിച്ച് UN-ൽ വർക്ക് ചെയ്യണമെന്നാണ്. നമുക്ക് UN-ലൊക്കെ ജോലി ചെയ്യാം, രസകരമായ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇംഗ്ലീഷുകാർക്ക്. അപ്പൊ മാസ്റ്റേഴ്സ് എടുത്തിട്ട് രസകരമായ മാസ്റ്റേഴ്സ് പ്രോഗ്രാം ഒരുപാടുണ്ട്. മൈക്രോബയോളജി, സുവോളജിക്കാർക്ക് മൈക്രോബയോളജി പഠിച്ചിട്ട് സുവോളജിക്കാർക്ക് എഴുതാൻ പറ്റുന്ന കോമ്പറ്റീവ് എക്സാം ഉണ്ട്, GBILS എന്ന് പറയും, ജോയിന്റ് ഗ്രാജുവേറ്റ് എൻട്രൻസ് എക്സാം ഫോർ ബയോളജി ആൻഡ് ഇന്റർഡിസിപ്ലിനറി ലൈഫ് സയൻസ്. ആ ടെസ്റ്റ് എഴുതി പാസ്സായി കഴിഞ്ഞാൽ ഇന്ത്യയിലെ 18 ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ MSc PhD ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം വിത്ത് സ്റ്റൈപ്പൻഡ് 25,000 വെച്ച് ഇങ്ങോട്ട് സ്റ്റൈപ്പൻഡ് കിട്ടും. കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇമ്മ്യൂണോളജി, വൈറോളജി, പാരസൈറ്റോളജി, ജിനോമിക്സ്, രസകരമായ ഓപ്ഷൻസിലേക്ക്. സുവോളജിക്കാരെ മൈക്രോബയോളജിക്കാരെ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ ക്ലിനിക്കൽ എംബ്രിയോളജി എന്ന് പറഞ്ഞൊരു MSc പ്രോഗ്രാം ഉണ്ട്. അത് അന്ന് മണിപ്പാൽ യൂണിവേഴ്സിറ്റിയിൽ. MSc ഹിസ്റ്റോപാത്തോളജി എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ട് അങ്ങ് CMC വെല്ലൂർ. നിങ്ങൾ നിങ്ങളുടെ ഡിഗ്രി കഴിഞ്ഞ് രസകരമായ ഇക്കണോമിക്സ് ആയാലും കൊമേഴ്സ് ആയാലും ഹ്യൂമാനിറ്റീസ് ആയാലും ലാംഗ്വേജ് ആയാലും രസകരമായ ഒരുപാട് മാസ്റ്റേഴ്സ് ഉണ്ട്. സ്പെസിഫിക് ആയത് ജോബ് ഓറിയന്റഡ് ഉണ്ട്, റിസർച്ച് ഓറിയന്റഡ് ഉണ്ട്. 4ാമത്തത് ഓപ്പൺ ടു ഓൾ, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന സാധനം. അതിലൊന്നാണ് MSW, മാസ്റ്റർ ഓഫ് സോഷ്യൽ വർക്ക്. എന്നോട് ഒരുത്തം വന്നത് ഈ സോഷ്യൽ വർക്ക് നല്ല കരിയറാണ്, നമ്മൾ കുഴപ്പമൊന്നുമില്ല. ഈ സോഷ്യൽ വർക്ക് എന്ന് പറഞ്ഞാൽ സോഷ്യൽ വർക്ക് അല്ലേ, നമുക്ക് തന്നെ സോഷ്യൽ വർക്ക്, അതിന്റെ പേരങ്ങനെയുള്ള. അതിപ്പോ ഈ കോഴിക്കോട് ഓഫീസിൽ ബസ് സ്റ്റാൻഡിൽ കാലിന് വയ്യാത്ത ആളെ പിടിച്ച് ബസ്സിൽ കയറ്റിയാൽ അതൊരു സോഷ്യൽ വർക്ക് അല്ലേ? നമ്മൾ അതിന് പൈസ ഇട്ടോ ആക്കിയതാണ്. MSW കഴിഞ്ഞ ബാലുശ്ശേരിക്കാരൻ അനീസ് MT ഇപ്പൊ വർക്ക് ചെയ്യുന്നത് ഇൻഫോസിസിന്റെ
റിക്രൂട്ട്മെന്റിലാണ്. എനിക്കറിയാവുന്ന ദേവഗിരി സെന്റ് ജോസഫ്സ് കോളേജിൽ നിന്ന് MSW കഴിഞ്ഞ പയ്യൻ റോക്സി ബക്കർ വർക്ക് ചെയ്യുന്ന റീഹാബിലിറ്റേഷൻ കൗൺസിലറായിട്ട് ലണ്ടനിലാണ്. അബുദാബി നാഷണൽ ബാങ്കിന്റെ HR മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നത് MSW കാരനാണ്. നിങ്ങൾ അങ്ങനത്തെ ഒരുപാട് ജനറൽ പ്രോഗ്രാംസ് നിങ്ങൾക്ക് കിട്ടും. വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ അടക്കം ആർക്കും ചെയ്യാൻ പറ്റുന്ന കോഴ്സുകൾ. എൻ്റെ ഓഫീസിൽ ഒരു ബാപ്പയും മോനും കൂടി വന്നിട്ട് ഒരു കെട്ട് നോട്ടും കറൻസി കൊണ്ട് വന്നിട്ട് മേശപ്പുറത്താണ് വെച്ച് ഒരു നിമിഷം ഞാൻ ആക്രാന്ത ചിത്തനായി. ആ പൈസ എനിക്ക് എന്നോട് നിങ്ങളുടെ ഫീസ് 1000 രൂപ ഇല്ലേ എന്ന് വെച്ചു. നമ്മൾ ഞാൻ ഇത് വേറെ എന്നോട് വന്ന് ഞങ്ങളിങ്ങനെ ചാവക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് കാസർഗോഡ് LBS പോവാം. കാസർഗോഡ് LBS അങ്ങനെ പോണ വഴിക്ക് നിങ്ങളുടെ അടുത്ത് കയറിയതാണ്. ഇവന്റെ പ്രശ്നം എന്താണെന്നറിയോ? ഈ ചെറുക്കൻ എഞ്ചിനീയറിംഗിന് പോകാൻ ഒരു താല്പര്യമില്ല. പോത്തിനെ കെട്ടി വലിച്ചു കൊണ്ടുപോകണം ആദ്യം. ഞാൻ ഇവനെ എല്ലാ പ്രാവശ്യം വീട്ടിൽ വന്നാൽ തിരിച്ചു കോളേജിൽ കൊണ്ടേ ആക്കുന്നത്. ഇവൻ എന്നോട് പറഞ്ഞേ വാപ്പാക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ബിടെക് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ പഠിക്കുന്നത്. എനിക്ക് ഒട്ടും താല്പര്യമില്ല സർ. ഒരു എക്സൈറ്റ്മെന്റും എനിക്കില്ല. രാവിലെ എണീക്കാൻ എനിക്കൊരു താല്പര്യമില്ല. സത്യം പറഞ്ഞ പണ്ടാറകളെ എങ്ങനെയെങ്കിലും ഒന്ന് തീർന്നു കിട്ടിയാൽ മതി എന്നാ. അപ്പൊ ഈ വാപ്പ എന്നോട് വെറുതെ പറയുന്നുണ്ട് സർ 73% മാർക്കുണ്ട് ഈ കഴിഞ്ഞ സെമസ്റ്റർ വരെ, ഒരു പേപ്പർ പോലും ഇവർ തോറ്റിട്ടില്ല, നല്ലോണം പഠിക്കും, വെറുതെ പറയണമാണ്. ഞാൻ നിങ്ങൾ പുറത്തിരിക്കാൻ പറഞ്ഞു. ഇയാൾ തിരിഞ്ഞു നോക്കിയിട്ട് പുറത്തേക്ക് പോയപ്പോൾ എന്നോട് പറഞ്ഞ് അവനെ നന്നാക്കണോട്ടാന്ന് പറഞ്ഞു. എൻ്റെ അടുത്ത് നന്നാക്കണം. അവനാണെങ്കിൽ ഞാൻ നന്നാക്കാൻ വന്ന കശ്മീരാണെന്നുള്ള നോട്ടായിരുന്നു നോക്കുന്നത്. ഞാൻ ഇയാളെ പുറത്തേക്കാക്കിയിട്ട് ഇവന്റെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ചെയ്തു. ഡിഗ്രിക്കാരൻ്റെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് കഴിഞ്ഞിട്ട് പാപ്പനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു പറഞ്ഞോണ്ട് നിങ്ങൾ പുറത്തൊക്കെ പോയിക്കോളൂ, കറങ്ങി 2 മണിക്കൂർ കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. 2 മണിക്കൂർ കഴിഞ്ഞിട്ട് വന്നിട്ട് ഞാൻ ഈ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് വെച്ചിട്ട് ഇയാളോട് പറഞ്ഞു നിങ്ങൾ ഈ പൈസ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ ഇടുക. ഇന്ന് തന്നെ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, കാസർഗോഡ് LBS ഈ ചെറുക്കനെ TC വാങ്ങി തിരിച്ചു വരാൻ പറഞ്ഞു. ഇവന്റെ കോഴ്സ് നിങ്ങൾ ഡിസ്കണ്ടിന്യൂ ചെയ്യണമെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് അവരോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല പണി അതാണെന്ന് തോന്നുന്നു. സ്നേഹം ഉണ്ടെങ്കിൽ. അയാൾ എന്നോട് ഇങ്ങനെ ശരിക്ക് കുറെ നേരം എൻ്റെ മുഖത്ത് നോക്കി എന്നിട്ട് അയാൾ ഇറങ്ങിപ്പോയി. പിന്നെ ഞാൻ അതിനെ മറന്നു. ഞാനത് വിട്ടു. ഞാനൊരു കോഴ്സ് സജസ്റ്റ് ചെയ്ത് കൊടുത്തിരുന്നു അയാൾക്ക്, ഈ മകന് വേണ്ടി. അവൻ ചെയ്തു. ജോയിൻ ചെയ്തപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ കോഴ്സിന് ജോയിൻ ചെയ്തിട്ട് എപ്പിക് താങ്ക് യു എന്ന് പറഞ്ഞ മെസ്സേജ് എന്ത് ചെയ്ത് എനിക്ക് ഇട്ടു. 3 മാസം മുമ്പ് ഫ്ലവേഴ്സ് ചാനലിൻ്റെ ഒരു ലിങ്ക് എൻ്റെ വാട്സപ്പിൽ ഒരു പയ്യൻ ഇട്ട് തന്നു. ആ ചാനലിൻ്റെ ലിങ്ക് ഞാൻ എടുത്ത് നോക്കുമ്പോൾ ഒരു പയ്യൻ ഇന്റർവ്യൂ ചെയ്യുന്ന ആളോട് സംസാരിക്കുന്നതാണ്. കോളേജിലുള്ള തിരിച്ചുപോക്കിനിടയിൽ യാദൃച്ഛികമായിട്ട് സങ്കടം തോന്നിയിട്ട് ഒന്ന് ഇറങ്ങിയതാണ് കോഴിക്കോട്. അന്ന് ഞാൻ കണ്ട ജലീൽ സാർ എൻ്റെ കരിയർ എന്ത് ചെയ്തത് മാറ്റിമറിച്ച്. ഞാനിപ്പോൾ ഡൽഹിയിൽ വർക്ക് ചെയ്യുന്നു. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഏറ്റവും പുതിയ ജേഴ്സി ഡിസൈൻ ചെയ്തത് ഞാനാണ്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ വൺ ഡേ ക്രിക്കറ്റ് ടീമിന്റെ ജേഴ്സി ഡിസൈൻ ചെയ്തത് ഞാനാണ്. ന്യൂസിലൻഡ് ടീമിന്റെ വൺ ഡേ ഫോർമാറ്റിലും ടെസ്റ്റ് ക്രിക്കറ്റിന്റെയും ജേഴ്സി ഡിസൈൻ ചെയ്തത് ഞാനാണ്. ഞാനൊരു മാസം വാങ്ങുന്ന സാലറി ഏകദേശം 2.5 ലക്ഷം രൂപയാണ്. 23 lakhs മേലെയാണ് എൻ്റെ സാലറി. ഒരൊറ്റ കരിയർ ചേഞ്ചാണ് എന്ത് ചെയ്തത്, എൻ്റെ ഗതി തന്നെ മാറ്റിമറിച്ചത്. മക്കൾ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരു തീരുമാനം, ഒരു ആലോചന, ഒരു ചിന്ത. നിങ്ങൾക്ക് ഈ 3 വർഷം സൗഭാഗ്യമാണ്. സത്യം പറഞ്ഞാൽ ഈ 3 വർഷത്തിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ കരിയർ ഐഡന്റിഫൈ ചെയ്ത് അതിനുവേണ്ടി വർക്ക് ചെയ്ത് ഡിഗ്രി അത് കഴിയുമ്പോഴത്തേക്കും വളരെ കൃത്യമായ ഒരു സേഫ് ലാൻഡിങ്ങിലേക്ക് എത്തണം. അതുകൊണ്ട് നിങ്ങളുടെ ടേണിംഗ് പോയിന്റ് 10th അല്ല 12th അല്ല, ഡിഗ്രി ഫസ്റ്റ് ഇയർ മുതൽ തുടങ്ങും നിങ്ങളുടെ ടേണിംഗ് പോയിന്റ്. ഒരു ജീവിതം മൊത്തം ടേണിംഗ് പോയിന്റാണ്. ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ സമയം ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ നിങ്ങളോട് പറയാം, ഇതാണ് എൻ്റെ ഏറ്റവും മനോഹരമായ ടൈം. ഈ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, തീരുമാനമെടുക്കണം. ഇനി ലാസ്റ്റ് ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നിർത്തുക. വരാൻ പോകുന്ന മാറ്റങ്ങൾ, രസകരമായ മാറ്റങ്ങളാണ് ലോകത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. വളാഞ്ചേരി MBSc തന്നെ പഠിച്ചൊരു പയ്യൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു കെമിസ്ട്രിയാണ്. എനിക്ക് ഭയങ്കര സോഷ്യൽ വർക്കിനോടൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ട്. അതോടൊപ്പം എനിക്ക് ഓണ്ടർപ്രണർ ആവേണ്ടതാണ്, ബിസിനസ്സിലാണ്. എന്താ ചെയ്യുക, ഈ കെമിസ്ട്രി കൊണ്ട് എന്താവാനാണ്? ഞാൻ പറഞ്ഞ ഈ ഒരു കാര്യം ഒന്ന് കുറെ ചർച്ച ചെയ്തതിനു ശേഷം ഞങ്ങൾ എത്തിപ്പെട്ടത് ഡിപ്ലോമ ഇൻ പ്ലാസ്റ്റിക് ടെക്നോളജി. സിപ്പറ്റിൽ പോയിട്ട് അവൻ ആ കോഴ്സ് അങ്ങ് പഠിച്ചു. കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് വന്നിട്ട് എന്നോട് പറഞ്ഞു ഫീൽഡൊക്കെ എനിക്ക് ഇഷ്ടമായി, പക്ഷെ ഞാനിത് ജോലി ചെയ്യൂല, 1 കൊല്ലം വർക്ക് ചെയ്തു കഴിഞ്ഞു, ഇനി എനിക്ക് പുറത്തു പോയി പഠിക്കണം. ഞാൻ അവനോട് MSc എൻവയോൺമെന്റൽ സയൻസ് ഒക്കെ പഠിക്കാൻ പറഞ്ഞു. എന്നിട്ട് നിന്റെ പ്ലാസ്റ്റിക്കും എൻവയോൺമെന്റും വെച്ചുകൊണ്ട് ഒരു ബിസിനസ്സിനെ കുറിച്ച് ആലോചിക്കാൻ പറഞ്ഞു. അവൻ നാട്ടിൽ വന്നിട്ട് ആദ്യം ചെയ്ത പണി എന്താണെന്നറിയോ, പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് യൂണിറ്റ് എന്ന് ചെയ്തു സ്റ്റാർട്ട് ചെയ്തു.
നാട്ടിലുള്ള മുഴുവൻ പഞ്ചായത്തുകളുമായിട്ട് ഒരു ടൈപ്പ് ചെയ്തിട്ട് വേസ്റ്റ് പ്ലാസ്റ്റിക് ഇവരെ എത്തിച്ചു കൊടുക്കാനുള്ള ഒരു സംവിധാനത്തെ കുറിച്ച് എന്ത് ചെയ്തു? ഫ്രീ ആയിട്ട് റോ മെറ്റീരിയൽ അവന് കിട്ടി. പഞ്ചായത്തിന് അവന് കൊടുത്തത് എന്താണ്? ഗ്രീൻ പഞ്ചായത്ത് എന്നുള്ളൊരു കോൺസെപ്റ്റ് എന്ത് ചെയ്തു? കൊടുത്തു. വേസ്റ്റ് പ്ലാസ്റ്റിക്കുകൾ തരം തിരിച്ച് ഇനം തിരിച്ച് റീസൈക്കിൾ ചെയ്ത് പ്ലാസ്റ്റിക് ഗ്രാന്യൂൾസ് ആക്കിയിട്ട് എന്ത് ചെയ്യാം? പ്ലാസ്റ്റിക് കമ്പനികൾക്ക് വിൽക്കുക. ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്ത നല്ല രസകരമായ പദ്ധതികൾ, നല്ല രസകരമായ ഐഡിയകൾ. നിങ്ങളൊക്കെ പുലികളാണ്. നമ്മളൊക്കെ ചിന്തിക്കുന്ന പോലെയല്ല. ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞ് മെഡിസിൻ പോണതിനെ കുറിച്ചല്ല നിങ്ങൾ ആലോചിക്കുക. നിങ്ങൾ ആലോചിക്കുന്ന പുതിയ പുതിയ ഐഡിയകളാണ്. ഐഡിയയാണ് മണി. അതുകൊണ്ട് മക്കളോട് എനിക്ക് പറയാനുള്ളത്, ഒരുപാട് കണ്ണും കാതും തുറന്നു വെക്കണം ചുറ്റുപാടേക്ക്. രസകരമായ ഒരുപാട് വൈവിധ്യങ്ങളുണ്ട്. വീണ്ടും ഒരിക്കൽ കൂടി സുവോളജി എന്ന് പറഞ്ഞ ഒറ്റ ഡിഗ്രി കഴിഞ്ഞ ആളുകൾക്ക് 200-ലധികം കരിയർ വൈവിധ്യങ്ങളുണ്ട്. ഇക്കണോമിക്സ് കഴിഞ്ഞ ആൾക്ക് ഗവൺമെന്റ് ജോബുണ്ട്. ഇംഗ്ലീഷ് കഴിഞ്ഞ ആളുകൾക്ക്, ലാംഗ്വേജ് കഴിഞ്ഞ ആൾക്ക് രസകരമായ രാഷ്ട്രഭാഷ അസിസ്റ്റന്റ് മുതൽ അങ്ങോട്ടേക്ക് ഒരുപാട് ഓപ്ഷൻസ് ഹിന്ദിക്കാർക്ക് ഉള്ളത്, ലാംഗ്വേജുകാർക്ക് ഉള്ളത്. പബ്ലിക് റിലേഷനിൽ വർക്ക് ചെയ്യാം, പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയിൽ വർക്ക് ചെയ്യാം, ഇന്ത്യൻ ഗവൺമെന്റ് പ്രസ്സുകളിൽ എഡിറ്ററും പ്രൂഫ് റീഡറുമായിട്ട് ലാംഗ്വേജ് പഠിച്ച ആൾക്ക് വർക്ക് ചെയ്യാം. അപ്പൊ എല്ലാ ഡിഗ്രികൾക്കും ചേരുന്ന ഒരുപാട് മത്സര പരീക്ഷകൾ, ഷോർട്ട് ടൈം കോഴ്സുകൾ, സ്പെസിഫിക് ആയ ജോബ് ഓറിയന്റഡോ റിസർച്ച് ഓറിയന്റഡോ ആയ PG പ്രോഗ്രാമുകൾ, ഓപ്പൺ ടു ഓൾ. അതോടൊപ്പം ഓൺട്രപ്രണറിയലായ ഒരുപാട് പ്രോജക്റ്റുകൾ. ഇത്തരം ഏരിയകളിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം? മാറാം. അതുകൊണ്ട് നിങ്ങൾ അതിനെ കുറിച്ചൊക്കെ ചിന്തിക്കുകയും ഈ ഒരു സമയം കൃത്യമായിട്ട് യൂസ് ചെയ്യുകയും വേണം. പറ്റുമെങ്കിൽ സിവിൽ സർവീസ് ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികൾ എന്ത് ചെയ്യാം? അതൊന്ന് പ്രിപ്പയർ ചെയ്യും 3 കൊല്ലം. അത് നിങ്ങൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യും. ലാസ്റ്റ് ഒരു കാര്യം കൂടി, നാട്ടിലുള്ള മുഴുവൻ പട്ടിപിടുത്തക്കാർക്കും കൊണ്ടുപോയി പൈസ കൊടുത്ത് ഉഗാണ്ടയിലും സോമാലിയയിലേക്കും സ്റ്റഡി അബ്രോഡുമാണ് കയറി പോകുന്ന പതിവ് ഏർപ്പാടൊക്കെ എന്ത് ചെയ്തോളാം? നിർത്തിക്കൊള്ളണം. അവന്മാർക്ക് പൈസ കിട്ടാൻ വേണ്ടി പലതും പറയും. ഒരു പൈസ ഇല്ലാണ്ട് PG പഠിക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇക്കണോമിക്സിന്, സയൻസ് കഴിഞ്ഞ് ഇക്കണോമിക്സിന് വന്നൊരു പയ്യനുണ്ട് എൻ്റെ കൂട്ടത്തിൽ. 9ാം ക്ലാസ് മുതൽ ഞാൻ അവൻ്റെ ഫോളോ അപ്പ് ചെയ്യുന്നതാണ്. ആ ചെറുക്കൻ ഇപ്പോൾ വർക്ക് ചെയ്ത് പഠിക്കുന്നത് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ജനീവയിലാണ്. നിങ്ങൾ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് അറിയുമെന്ന് എനിക്കറിയില്ല. 1927 ലീഗ് ഓഫ് നേഷൻസ് ഉണ്ടാക്കിയ 2 പേർ ചേർന്ന് ഉണ്ടാക്കിയ സ്ഥാപനമാണ് ഇത്, ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ജനീവ. അവിടെ അവനിപ്പോൾ പഠിക്കുന്നത് ഡെവലപ്മെന്റ് സ്റ്റഡീസിൽ PhD ചെയ്തുകൊണ്ടിരിക്കുക. അവന്റെ ഈ മൊത്തം PhDക്കുള്ള ഗ്രാൻഡ് എമൗണ്ട് മാത്രം 2.5 കോടി രൂപയാണ് ഇക്കണോമിക്സ് പഠിച്ച ആൾക്ക്. അങ്ങനെ ഒരുപാട് ഗ്രാൻറ്റുകളും ഒരുപാട് സ്കോളർഷിപ്പുകളും. എൻ്റെ നാടിന്റെ തൊട്ടടുത്തൊരു കുട്ടിയുണ്ട്, അശ്വതി ശിവൻ എന്ന് പറയും. നൈസറില PG പഠിച്ചത്. PG പഠിച്ചു കഴിഞ്ഞാൽ അവളിപ്പോൾ ചെയ്യുന്ന സാപ്പിയൻസ യൂണിവേഴ്സിറ്റിയിൽ നാനോ സയൻസിൽ റിസർച്ച് ഫെലോഷിപ്പാണ്. അങ്ങോട്ട് പോകാനുള്ള ടിക്കറ്റ് 2 പ്രാവശ്യം, തിരിച്ചു വരാനുള്ളത് 2 പ്രാവശ്യം കിട്ടും. ഫുഡും താമസവും കഴിഞ്ഞ് 1 കോടി 3 ലക്ഷം രൂപ സ്റ്റൈപ്പൻഡാണ്. ഞാൻ പറഞ്ഞ മക്കളെ, അങ്ങനത്തെ ഒരുപാട് പ്രോജക്റ്റുകളുണ്ട്. പക്ഷേ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അവസാനം പോയി അന്വേഷിക്കുന്ന പരിപാടിയല്ല. നമ്മുടെ നാട്ടിൽ കരിയർ എടുത്ത ആളുകളിൽ, കരിയർ എടുത്ത അഡൾട്ട് വർക്കിംഗ് ക്ലാസ്സിൽ ഏതാണ്ട് 10% മാത്രമേ 100% സാറ്റിസ്ഫൈഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നുള്ളൂ എന്നാണ് കണക്കുകൾ പറയുന്നത്. അതിങ്ങനെ അന്തപ്പെടുത്തി നിന്നിട്ട് എന്ത് ചെയ്തത്? ഉണ്ടാകുന്ന അബദ്ധങ്ങളാണ്. നമ്മുടെയൊക്കെ പതിവ് രീതി എന്താ? 10ാം ക്ലാസ് കഴിയാനാകുമ്പോൾ ഞാൻ നിങ്ങളോട് ചോദിച്ചില്ലേ, ആ ചോദ്യത്തിൽ നിന്ന് ഞാൻ അവസാനിപ്പിക്കുക. ചോദ്യം ചോദിച്ചില്ല നിങ്ങളോട്, നിങ്ങൾ ഏറ്റവും കൂടുതൽ അഭിമുഖീകരിച്ച ചോദ്യം ഏതാ? എന്താണ് അടുത്ത പരിപാടി? അതിനുള്ള നിങ്ങളുടെ മറുപടി എന്താണ്? നിങ്ങൾ പറയുന്നതല്ല, നാട്ടുകാർ മുഴുവൻ ചോദിക്കുന്ന ചോദ്യമാണ് എന്താ അടുത്ത പരിപാടി. നിങ്ങളുടെ മറുപടി എന്താ? ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ വീട്ടിലൊക്കെ വളരെ താളാത്മകമായ ഒരു സംഗീതം തീർക്കും ആ സമയത്ത്. ചില മൂളലുകൾ, ചില അടക്കങ്ങൾ, ചില വർത്തമാനങ്ങൾ, അല്ലേ? 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ 10ാം ക്ലാസ് കഴിയുമ്പോൾ ചോദിക്കില്ലേ എന്തൊക്കെയാണ്? 10ാം ക്ലാസ് കഴിയാറായില്ലേ? ഓ, എന്താണ് അടുത്ത പരിപാടി? എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? ഏതാണ് ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ളത്? എല്ലാം ഇൻട്രസ്റ്റ് ഉണ്ട്. എന്നാൽ മാർക്ക് കൂടുതലുള്ള കെമിസ്ട്രി ആയില്ലോ, ആയിക്കോട്ടെ. അങ്ങനെ പോയി ചേർന്ന് അബദ്ധത്തിൽപ്പെടുന്ന ഒന്നാവരുത് നിങ്ങളുടെ കോഴ്സ്. നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഇപ്പൊ തന്നെ എന്ത് ചെയ്യണം? ഉത്തരം കണ്ടെത്തണം. നിങ്ങളുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് നിങ്ങളുടെ ഫിനിഷിംഗ് പോയിന്റ് ആവണം. ഒരു ബാക്ക്വേർഡ് കരിയർ പ്ലാനിങ് ഉണ്ടാക്കണം. അങ്ങനെ ആയി നല്ല കരിയർ ചോയ്സസിലേക്ക് നിങ്ങൾക്ക് എത്തട്ടെ, നിങ്ങൾക്ക് എത്താനാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇത്രയും നേരം എന്നെ സഹിച്ചതിന്, ക്ഷമിച്ചതിന്, അക്രമാസക്തരാവാത്തതിന് നന്ദി, നമസ്കാരം. താങ്ക് യു. താങ്ക് യു സർ. വളരെ സരസമായി ഒരു വേദിയെ ഇങ്ങനെ
ജാഗരൂകരായി നിർത്തുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമാണ്. എലി സാറിനെ നമുക്ക് പരിചയമുള്ളതുകൊണ്ട്, നിങ്ങൾക്ക് പരിചയമില്ല, ഞങ്ങൾക്ക് പരിചയമുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ആ ധൈര്യമില്ലായിരുന്നു. വളരെ രസകരമായി നിങ്ങളുടെ ഭാവി എന്തായിരിക്കുമെന്ന് ചെറിയൊരു ചോദ്യമെങ്കിലും നിങ്ങളുടെ മനസ്സിലുണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. നാളെ നിങ്ങൾ പഠിക്കാൻ പോകുന്ന ക്ലാസ്, അത് കഴിഞ്ഞ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന വിഷയം, നിങ്ങളുടെ ജോലി സംബന്ധമായിട്ടുള്ള ചെറിയൊരു ധാരണ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നില്ല. എനിക്ക് തോന്നുന്നത് നമ്മൾ ഏത് വിഷയവും പഠിക്കണം, ഏത് വിഷയം പഠിച്ചാലും മനുഷ്യത്വം എന്ന് പറയുന്നൊരു സാധനമുണ്ട്. ആ സാധനം പുസ്തകത്തിൽ നിന്ന് കിട്ടുന്നതല്ല, അത് ജീവിതത്തിൽ നിന്ന് നമ്മൾ ആർജിച്ചെടുക്കുന്നതാണ്. നല്ല മാർക്കോട് കൂടി, 100-ൽ 100 മാർക്കോട് കൂടി ഒരു വിദ്യാർത്ഥി പഠിച്ച് നല്ല ഡോക്ടറായി നിന്നിരിക്കട്ടെ, അയാൾക്ക് ഈ പറഞ്ഞ സാധനം ഇല്ലെങ്കിൽ പിന്നെ അയാൾ ഡോക്ടറായിട്ട് എന്താ കാര്യം? നല്ലൊരു എഞ്ചിനീയർ 100% മാർക്ക് വാങ്ങി നല്ല രീതിയിൽ ജോലി ചെയ്യാൻ, ജോലി കിട്ടി, ഗവൺമെന്റ് ജോലി കിട്ടി, പ്രൈവറ്റ് നല്ല ശമ്പളം കിട്ടി